Hello students, welcome back to Concept Angle Digital Classes. Today in biology session we are discussing about plant kingdom. So students, as I told you before, today we are discussing about plant kingdom. So in this chapter we have to learn about different systems of classifications and different divisions that include in plant kingdom. Actually plant kingdom is again divided into different divisions, include algae, bryophyte, pteridophyte, gymnosperms and angiosperms. And we are learning all these different divisions. ഈ പ്ലാന്റ് കിങ്ഡത്തിലുള്ള ഡിഫറെൻറ്റ് ഡിവിഷൻസിനെ നമ്മൾ പഠിക്കുന്നത് അവരുടെ എല്ലാം എന്താ പറയുക അഡ്വാൻസ്മെൻറ്റിൻ്റെ ബേസിലാണെങ്കിൽ അല്ലെങ്കിൽ ഫൈലോജനീൻ്റെ ബേസിലാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ആൽഗെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലോവർ ക്ലാസ്സിലുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റീസൊക്കെ നമ്മൾ ആദ്യം പഠിക്കും. അതിനുശേഷം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സ്, പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സ്, പിന്നെ ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പാണ്. സോ അപ്പോൾ നമ്മൾ ഇത് ഈ ഓർഡറിലാണ് പഠിക്കുന്നത് കേട്ടോ. ആദ്യം ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ്, പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്, പിന്നെ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്, അങ്ങനെയാണ് പഠിക്കുന്നത്. സോ ഇതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്. അതാണ് പ്ലാന്റ് കിങ്ഡത്തിലെ ആദ്യത്തെ ടോപ്പിക്. സോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വി ഹാവ് ലേൺഡ് അബൌട്ട് ലിനേയസ് 2 kingdom classification, then 3 kingdom classification, 4 kingdom classification, 5 kingdom classifications എല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ആദ്യം തന്നെ ക്ലാസിഫിക്കേഷൻസിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചത് അരിസ്റ്റോട്ടിലാണ്, പിന്നെ ലിനേയസ് ആണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. സോ ഈ ക്ലാസിഫിക്കേഷൻസിനെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസിനെ നമുക്ക് 3 സിസ്റ്റമായിട്ട് തരംതിരിക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, and second one is natural system of classification, third one is phylogenetic system of classification. So the first one is artificial system of classification. Artificial system of classification is completely based upon 1 or 2 morphological characters. അപ്പോൾ ഈ സിസ്റ്റംസിലെല്ലാം 1-2 മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രമാണ് അവർ കൺസിഡർ ചെയ്തത്. വാട്ട് ഈസ് മീൻ ബൈ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്? നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഓർഗാനിസം അല്ലേ. ഓരോ ഓർഗാനിസത്തിൻ്റെയും എക്സ്റ്റേണൽ ഫീച്ചർ അനുസരിച്ച്, അതിപ്പോൾ പ്ലാന്റിൻ്റെ കേസിലാണെങ്കിൽ അവരുടെ ഹാബിറ്റ് എടുക്കാൻ വേണമെങ്കിൽ അവരുടെ ഹാബിറ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് അനുസരിച്ച്, കളർ ഓഫ് ദി ഓർഗാനിസം അനുസരിച്ച്, ഇനി നമ്പർ ഓഫ് ലീവ്സ്, ഷേപ്പ് ഓഫ് ലീഫ്, അങ്ങനെയുള്ള വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സാണ് അവർ കൂടുതലും കൺസിഡർ ചെയ്തിട്ടുള്ളത്. റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് വളരെ കുറച്ച് മാത്രമാണ് എടുത്തിട്ടുള്ളത്. റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ടൈപ്പ് ഓഫ് ആൻഡ്രീഷ്യം, അല്ലെങ്കിൽ മെയിനായിട്ട് ഈ ആൻഡ്രീഷ്യത്തിൻ്റെ നമ്പർ, ടൈപ്പ്, അതൊക്കെ മാത്രമാണ് അവരെടുത്തിട്ടുള്ളത്. ഇങ്ങനെ 1-2 മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിൻ്റെ മാത്രം ബേസിൽ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നമുക്കറിയാം ലിനേയസ്, അരിസ്റ്റോട്ടിൽ. ഇതിൽ തന്നെ അരിസ്റ്റോട്ടിലാണ് ആദ്യം തന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷനെ പറ്റി ആദ്യം തന്നെ നമ്മൾ പഠിച്ചു. ആനിമൽസിനെ ആണെങ്കിൽ ഇനൈമ, അനൈമ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്ലാന്റ്സിനെ ആണെങ്കിൽ ഹെർബ്, ഷ്രബ്, ട്രീസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെ ക്ലാസിഫിക്കേഷൻ വാസ് കമ്മിങ് അണ്ടർ ദി ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ദെൻ ലിനേയസ് 2 kingdom ക്ലാസിഫിക്കേഷൻ നടത്തി അല്ലേ. അപ്പോൾ 2 kingdom ക്ലാസിഫിക്കേഷൻ ഈസ് ഓൾസോ കമ്മിങ് അണ്ടർ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇതിന് ഒരുപാട് ഡ്രോബാക്സുകൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഡ്രോബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ പോലും സെപ്പറേറ്റഡ് ആക്കി. അതായത് ഇപ്പോൾ നമ്മൾ 2 kingdom ക്ലാസിഫിക്കേഷൻസ് പഠിച്ചപ്പോൾ നമുക്കറിയാം യൂണിസെല്ലുലാർ യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് പ്രൊട്ടിസ്റ്റയിൽ ഉൾപ്പെടുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. പ്രൊട്ടിസ്റ്റയിൽ നമ്മൾ പഠിച്ചപ്പോൾ പരമീസിയം പഠിച്ചു, അമീബ പഠിച്ചു, അതുപോലെ തന്നെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം, ഡയാറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിൽ അമീബ, യുഗ്ലിന, അങ്ങനെയുള്ളതിനെയൊക്കെ, അമീബേനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആനിമൽസിൻ്റെ കൂടെയാണ് ലിനേയസ് പെടുത്തിയിരുന്നത്. മനസ്സിലായല്ലോ. അതുപോലെ ക്ലമൈഡോമോണസ്, ക്ലോറല, ഇതെല്ലാം പ്ലാന്റ്സിൻ്റെ കൂടെയാണ് പെടുത്തിയിരുന്നത്. അക്കോർഡിംഗ് ടു 5 kingdom ക്ലാസിഫിക്കേഷൻ ക്ലമൈഡോമോണസും ക്ലോറലയും എല്ലാം പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ഗ്രൂപ്പ് ഓർഗാനിസംസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ പോലും സെപ്പറേറ്റഡ് ആക്കി. അത് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് ആയിരുന്നു.
കാരണം എന്താണ്, വളരെ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ മാത്രം ബേസിലാണ് ഇവർ ക്ലാസിഫൈ ചെയ്തത്. മെയിൻലി they have focused on vegetative characters. They have given more importance to vegetative characters. And sometimes some scientists have given equal weightage to both vegetative and reproductive characters. അത് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ലാത്ത കാര്യമാണ്. കാരണം അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പാടുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. പക്ഷേ റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് അങ്ങനെയല്ല. സോ വി വിൽ ഹാവ് ടു ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു എന്താണ്, റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷേ ലിനേയസോ അല്ലെങ്കിൽ അരിസ്റ്റോട്ടിലൊന്നും റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുത്തത്, വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനാണ് കൊടുത്തത്. അതുകൊണ്ടാണ് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് പോലും സെപ്പറേറ്റഡ് ആയിട്ട് മാറിയത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മളുടെ ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻസ് എ മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലിവിങ് കിങ്ഡത്തിൽ പഠിച്ചതാണ് ദ ബുക്സ് റിട്ടൺ ബൈ ലിനേയസ്, സിസ്റ്റമാ നാച്ചുറേ, സ്പീഷ്യസ് പ്ലാന്റേറം. ഇതൊക്കെ ഈ ഓർഗാനിസംസിൻ്റെ നെയിമിങ്ങിനെയും അതുപോലെ ക്ലാസിഫിക്കേഷനെയും ബേസ് ചെയ്ത് നമ്മളുടെ ലിനേയസ് എഴുതിയ ബുക്കുകളാണ്. അപ്പോൾ നമുക്കറിയാം ബൈനോമിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ ഫാദർ ആണ് നമ്മളുടെ ലിനേയസ് അല്ലേ. അപ്പോൾ ലിനേയസ് ആണ് ക്ലാസിഫിക്കേഷൻസ്, അത് ലിനേയസും അരിസ്റ്റോട്ടിലുമാണ് ക്ലാസിഫിക്കേഷനും ആദ്യമായിട്ടും സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം. സയൻറ്റിഫിക് ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം. അദ്ദേഹം ഇതിൻ്റെയൊക്കെ ബേസിൽ എഴുതിയ ബുക്കുകളാണ് സിസ്റ്റമാ നാച്ചുറേ ആൻഡ് സ്പീഷ്യസ് പ്ലാന്റേറം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻസിൽ ഒന്നോ രണ്ടോ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതത്രയ്ക്ക് നല്ലതായിരുന്നില്ല, ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സോ നെക്സ്റ്റ് വന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻസ് വിച്ച് ഈസ് പ്രപ്പോസ്ഡ് ബൈ ബെന്തം ആൻഡ് ഹുക്ക്. അപ്പോൾ actually this classification is completely based upon the affinities between the organism. What is meant by natural affinities between the organism? Affinities എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ resemblance between the organisms എന്നാണ്. So according to this classification they have considered not only the morphological characters but also എന്തൊക്കെയുണ്ട്, internal structure, anatomy of the organ, ultrastructure, anatomy, embryology, ഫൈറ്റോകെമിസ്ട്രി. അപ്പോൾ എന്താണ് ഈ എംബ്രിയോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രിയോസിൻ്റെ ഡെവലപ്മെൻറ്റ്, എംബ്രിയോ എങ്ങനെയാണ് ഡെവലപ്പ് ആകുന്നത്, മോണോകോട്ടാണോ, ഇപ്പോൾ ആൻജിയോസ്പേംസിൻ്റെ കേസിലെടുത്താൽ മോണോകോട്ടാണോ ഡൈക്കോട്ടാണോ, എംബ്രിയോ സ്റ്റേജ് ഉണ്ടോ അല്ലെങ്കിൽ എംബ്രിയോ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കൺസിഡർ ചെയ്തു. ഇവർ രണ്ടുപേരും കൺസിഡർ ചെയ്തിരുന്നു. ദെൻ ഫൈറ്റോകെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ പ്ലാന്റ് സെൽ. അപ്പോൾ അതൊക്കെയാണ് ഫൈറ്റോകെമിസ്ട്രി. അപ്പോൾ ഫൈറ്റോ മീൻസ് പ്ലാന്റ്, കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കെമിക്കൽ മോളിക്യൂൾസ് ആണ് അല്ലേ. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കെമിക്കൽ മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ പ്ലാന്റ് സെൽ. ഇതിനെപ്പറ്റി എല്ലാം സ്റ്റഡി ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തതാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം ആരൊക്കെയാണ് ഇത് പ്രപ്പോസ് ചെയ്തത്, ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഹുക്ക്. ഇനി ജനറ പ്ലാന്റേറം എന്നുള്ള ബുക്ക് ഈ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ ഇവർ രണ്ടുപേരും കൂടെ എഴുതിയ ഒരു ബുക്കാണ്. സോ നിങ്ങൾ ഈ ബുക്കുകളുടെ പേരൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം, അതൊക്കെ ഇടയ്ക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ ജനറ പ്ലാന്റേറം എന്നുള്ള ബുക്കാണ് ബെന്തം ആൻഡ് ഹുക്കർ എഴുതിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് അപ്പോൺ ദി നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് നെക്സ്റ്റ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഈ ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്കൊരു ധാരണയുണ്ടാകും ഈ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻസ് എന്താണ് എന്നല്ലേ. സോ ഹിയർ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് ദ ഹ്യൂമൻസ് ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം മങ്കീസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പലരും സമ്മതിക്കില്ല, എന്നാൽ പോലും നമ്മളുടെ ഹ്യൂമൻസിൻ്റെയും മങ്കീസിൻ്റെയും ഇടയിലൊക്കെ കുറേയേറെ സിമിലാരിറ്റീസ് നമ്മൾ കാണുന്നുണ്ടാകും. സോ ഫൈലോജനറ്റിക് സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് അപ്പോൺ ദി എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഓർഗാനിസം. നമ്മൾ ആൻസെസ്റ്റർ ആരാണ്, ആൻസെസ്റ്ററുമായിട്ട് നമുക്ക് എത്രത്തോളം റിലേഷൻസ് ഉണ്ട്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് പറയുന്ന പേരാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. These are based on evolutionary relationship among organisms. This assumes that organisms in the same taxa have common ancestor.
നമുക്കറിയാം ഒരേ ടാക്സയിലുള്ള, നിങ്ങൾക്കറിയാം ടാക്സ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? ഒരേ ടാക്സയിലുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണ് മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാക്സ ആണല്ലോ, മമേലിയ അല്ലേ? ആ മാമൽസിലുള്ള ആ ടാക്സയിലുള്ള ഓർഗാനിസംസിൻ്റെയും എല്ലാ ഓർഗാനിസത്തിനും ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടായേക്കാം എന്ന് പറയുന്ന പോലെ. സോ ഒരേ ടാക്സയിലുള്ള ഓർഗാനിസംസ് എല്ലാം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഒരേ ആൻസസ്റ്ററിൽ നിന്നാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷന് പറയുന്ന പേരാണ് എന്താണ്? ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇത് പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റാണ് എംഗ്ലർ ആൻഡ് പ്രാൻറ്റിൽ. ഈ രണ്ട് സയൻറ്റിസ്റ്റുകളും ചേർന്നാണ് ഇത് പ്രപ്പോസ് ചെയ്തത്, എംഗ്ലർ ആൻഡ് പ്രാൻറ്റിൽ. ഇനി ഹച്ചിൻസൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, ഇദ്ദേഹം ഹച്ചിൻസൺ has done the major classification completely based upon the phylogenetic system of classification. മനസ്സിലായല്ലോ? സോ ഇത് മൂന്നുമാണ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് കണ്ടോ, ഡിഫറെൻറ്റ് ഇതിൽ തന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരേ കോമൺ ആൻസസ്റ്ററിൽ നിന്നുമാണ് നമ്മളെല്ലാം ഒറിജിനേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാകും അല്ലേ? സോ ഈ ഒരേ ആൻസസ്റ്ററിൽ നിന്ന് ഇവിടെ ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടാകും. ഈ ആൻസസ്റ്ററിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത പല ഡിഫറെൻറ്റ് ടൈം പീരിയഡിൽ ഡെവലപ്പ് ചെയ്ത ഓർഗാനിസംസ് ആണ് ഈ കാണുന്നതെല്ലാം. സോ ഇതാണ് എവല്യൂഷണറി സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ ബേസ്. ഇനി അപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ കണ്ടു. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കി. ഇത് കൂടാതെ വി ഹാവ് സം അതർ സോഴ്സസ് ടു റിസോൾവ് ദി പ്രോബ്ലംസ് ഇൻ ക്ലാസിഫിക്കേഷൻ. The first important one among this is numerical taxonomy. ന്യൂമറിക്കൽ ടാക്സോണമി പ്രകാരം, ഇപ്പോഴൊക്കെ നമ്മൾ ന്യൂമറിക്കൽ ടാക്സോണമി എന്നുള്ള ഈ കൺസെപ്റ്റ് പ്രകാരമാണ് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആക്ച്വലി അക്കോർഡിംഗ് ടു ന്യൂമറിക്കൽ ടാക്സോണമി ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ഓൾ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ട് ഓർഗാനിസംസിൻ്റെ ഇടയിലുള്ള എല്ലാ ഒബ്സർവ് ചെയ്യാവുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ നമ്മളിവിടെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്, എല്ലാ ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഫൈറ്റോ കെമിസ്ട്രി എടുക്കുന്നുണ്ട്, അതുപോലെ നമ്മളുടെ ക്രോമസോംസ് റിലേറ്റഡ് ആയിട്ടുള്ള ജെനറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ക്രോമസോമിൻ്റെ സ്പെഷ്യാലിറ്റീസ് എടുക്കുന്നുണ്ട്, എംബ്രിയോളജിക്കൽ ഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാത്തരം ക്യാരക്ടേഴ്സും റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു സ്പെസിഫിക് സ്കോർ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്പേഴ്സ് അസൈൻ ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ആൻഡ് ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് കംപ്ലീറ്റ്ലി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻസ് നടത്തുന്നത്. സോ ന്യൂമറിക്കൽ ടാക്സോണമി ഈസ് ബേസ്ഡ് ഓൺ ദി ഓൾ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. Numbers and codes are assigned to all the characters and data are processed. അപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു സ്പെസിഫിക് നമ്പർ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ദ ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് can be analyzed at the same time. ഒരേ ടൈമിൽ തന്നെ നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ നമ്മൾ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ എത്ര ക്യാരക്ടേഴ്സ് കൊടുത്താലും സെയിം ടൈമിൽ തന്നെ ഒരേ ടൈമിൽ തന്നെ ഇതിനെയെല്ലാം അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ മെത്തേഡ് കൂടിയാണ് ന്യൂമറിക്കൽ ടാക്സോണമി. എല്ലാ ക്യാരക്ടേഴ്സിനും ഇവിടെ ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ന്യൂമറിക്കൽ ടാക്സോണമീൻ്റെ സിസ്റ്റം. ഇനി രണ്ടാമത്തത് നമുക്കറിയാം സൈറ്റോ ടാക്സോണമി. നമ്മൾ ലിവിങ് വേൾഡ് പഠിച്ചപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിരുന്നു. സൈറ്റോ ടാക്സോണമി, സൈറ്റോ മീൻസ് സെൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇനിയാണ് നമ്മൾ സൈറ്റോ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻസ് ലൈക്ക് ക്രോമസോം, നമ്പർ, സ്ട്രക്ചർ, ബിഹേവിയർ. അപ്പോൾ നമുക്കറിയാം ഓരോ എല്ലാ ഓർഗാനിസംസും ഇവോൾവ് ചെയ്തിരിക്കുന്ന ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നാണ്. അപ്പോൾ കാരണം എന്താ, ഒരേ ജനറ്റിക് മെറ്റീരിയൽ കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ ബാക്ടീരിയയ്ക്ക് ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. പൊട്ടിസ്റ്റയ്ക്ക് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് മേജർ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ DNA ആണ്. പിന്നെ ആനിമൽസ് എടുത്താൽ DNA ആണ്, പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ DNA ആണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരേ ജനറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ തന്നെയും ഇതിൻ്റെ ഡിഗ്രി വ്യത്യാസമുണ്ട്.
അല്ലേ? ഇപ്പോൾ നമ്മൾ ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ ക്രോമസോമേ ഉള്ളൂ, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർക്കുലാർ DNA കൊണ്ടാണ്. നമ്മളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ക്രോമസോം അല്ല, 23 പെയർ ഓഫ് ക്രോമസോംസ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ വേരിയിങ് ഡിഗ്രിയിലുള്ള ഒരേ ജനറ്റിക് മെറ്റീരിയൽ ബട്ട് വേരിയിങ് ഡിഗ്രീസ്, അതുകൊണ്ടാണ് നമ്മളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസുകൾ ഓരോ ഓർഗാനിസംസിലും കാണാം. അപ്പോൾ സിമിലർ ടൈപ്പ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഗോറില്ല അങ്ങനെയുള്ള ഓർഗാനിസംസ് എടുത്തു കഴിഞ്ഞാൽ ക്രോമസോം നമ്പർ എന്ന് പറഞ്ഞാൽ 48, അപ്പം ഹ്യൂമൻ ബീങ്സിൽ എന്ന് പറഞ്ഞാൽ 46. അപ്പോൾ ക്രോമസോം നമ്പറിൽ കുറച്ച് സിമിലാരിറ്റി ഉണ്ട്, അതുപോലെ ക്രോമസോം ടൈപ്പിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടാകും. അപ്പോൾ സിമിലർ ടൈപ്പ് ഓഫ് ഓർഗാനിസംസിൽ സിമിലർ ക്രോമസോം നമ്പറോ അല്ലെങ്കിൽ ക്രോമസോമിൻ്റെ സ്ട്രക്ചറോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ജനറ്റിക് ജീൻസുകളുടെ അറേഞ്ച്മെൻറ്റൊക്കെ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടാകും. അപ്പോൾ ഒരേ ആൻസസ്ട്രൽ നിന്നാണോ ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി വി ഹാവ് ടു അനലൈസ് ദി ക്രോമസോം. അപ്പോൾ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻസ്, എസ്പെഷ്യലി chromosome number, structure, behavior, everything is coming under the cytotaxonomy. And the last one is chemotaxonomy. Chemotaxonomy, it uses chemical constituents of the plant. So as we know, plants will be containing different type of chemicals അല്ലേ? terpenoids terpins ഉണ്ടാകും, ഗംസുകൾ ഉണ്ടാകും, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കെമിക്കൽസുകളുണ്ട്. കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ട് കെമിക്കൽസ് മാത്രമല്ല കേട്ടോ. DNA എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്, RNA എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്, പ്രോട്ടീൻസുകളുണ്ട്, അതുപോലെ എൻസൈംസുകളുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള ആൽക്കലോയിഡ്സുകളുണ്ട്. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കെമിക്കൽസ് ഓരോ പ്ലാന്റ്സിലും കാണപ്പെടുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കെമിക്കൽസുകളെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ടാക്സോണമിക്കൽ സ്റ്റഡീസിന് പറയുന്ന പേരാണ് കീമോടാക്സോണമി എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് എവ്രി വൺ അണ്ടർസ്റ്റുഡ് വാട്ട് അബൌട്ട് ന്യൂമറിക്കൽ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി ഈസ് ദി ക്ലാസ് taxonomy based upon the all observable characteristics, and here we are giving a special score to each and every observable characters present in an organism, and we are classifying or we are analyzing these characters with the help of computers, and then we are classifying organism in the case of numerical taxonomy. Here in the case of cytotaxonomy, it is completely based upon the cytological informations. Cyto means it is related to cell, so completely based upon the cell information, chromosome number, chromosome structure, chromosome behavior, etc. Then chemotaxonomy, it is completely based upon the chemical molecules present in cell. Next we are going to plant classification, plant kingdom classification. So plant kingdom is broadly classified under two divisions, that is cryptogamy and phanerogamy. Cryptogamy, crypto എന്ന് പറഞ്ഞാൽ hidden എന്നാണ് അർത്ഥം. The word meaning of crypto is hidden. Then gamy means marriage. അതായത് ഈ ക്രിപ്റ്റോഗ്യാമേ എന്നുള്ളതിൻ്റെ മീനിങ് ശരിക്കും പറഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്നൊക്കെയാണ്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഹിഡൻ ആയിരിക്കും, പുറമേ നിന്ന് നമുക്ക് കാണാൻ പറ്റാവുന്ന രീതിയിലായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ ക്രിപ്റ്റോഗ്യാമി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫെനോഗ്യാമി, അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് കോൺസ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ആയിട്ടോ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഫെനോഗ്യാമി. ആൻജിയോസ്പോംസ് ഒക്കെ പറയുന്ന പ്ലാന്റിൽ ഫ്ലവറിങ് പ്ലാന്റിനെയാണ് നമ്മൾ ആൻജിയോസ്പോം എന്ന് പറയുന്നത്. സോ ആൻജിയോസ്പോംസിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഫ്ലവറാണ്. അപ്പോൾ ഇവിടെ ജിംനോസ്പോംസിലാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കോൺസുകളുടെ രൂപത്തിലാണ്, മെയിൽ കോണും ഫീമെയിൽ കോണുമായിട്ടാണ് കാണപ്പെടുന്നത്. സോ ഹിയർ ഫെനോഗ്യാമി ഈസ് in phanerogamy, reproductive organs are organized in the form of cones or flowers. In cryptogamy, reproductive organs are hidden. And this cryptogamy is again classified into Thallophyta, Bryophyta and Pteridophyta. Thallophyta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ their plant body is thallus. Thallus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Without root, stem, leaf. സ്റ്റെമ്മില്ല, റൂട്ടില്ല, ലീഫില്ല, ഇങ്ങനെ ഒരു സ്ട്രക്ചർ. അതിന് ഇങ്ങനെ ഇറക്റ്റായിട്ട് പൊന്തി വളരാനൊന്നും പറ്റില്ല, ഡോസി വെൻട്രലായിട്ട് പരന്നാണ് വളരുന്നത്. സോ അങ്ങനെയുള്ള ഓർഗാനിസംസിനെ പറയുന്ന പേരാണ് താലോഫൈറ്റ. സോ ഇൻ താലോഫൈറ്റ പ്ലാന്റ് ബോഡി ഈസ് താലസ് വിത്തൗട്ട് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്.
സോ ഇതിനൊരു എക്സാമ്പിളാണ് നമ്മളുടെ ആൽഗെ. താലോഫൈറ്റയിൽ വരുന്ന മെമ്പറാണ് ആൽഗെ. ആൽഗെ നമുക്കറിയാം, നമ്മൾ പായൽ എന്നൊക്കെ പറയുന്ന സംഭവമാണ് ആൽഗെ അല്ലേ. അതിന് റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഉണ്ടോ ഇല്ല, അത് ഡോസിമെൻ്റലായിട്ട് പരന്നിട്ടാണ് അതിൻ്റെ പ്ലാന്റ് ബോഡി കിടക്കുക. സോ അങ്ങനെയുള്ള ഓർഗാനിസത്തിന് പറയുന്ന പേരാണ് താലോഫൈറ്റ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബ്രയോഫൈറ്റ. ബ്രയോഫൈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു ദെയർ പ്ലാന്റ് ബോഡി സിമിലർ ടു താലസ് എന്ന് പറയാം, താലോയിഡ് ആണെന്ന് പറയാം. They are not having a true root, stem or leaf. They are not having a true root, stem and leaf. ബട്ട് റൂട്ട് ലൈക്ക് സ്റ്റെം ലൈക്ക് അല്ലെങ്കിൽ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് കാണുക. അപ്പോൾ അങ്ങനെ ട്രൂ ആയിട്ടുള്ള റൂട്ടോ സ്റ്റെമ്മോ ഇല്ലാത്ത പക്ഷേ റൂട്ട് പോലെ അല്ലെങ്കിൽ റൂട്ടിന് പകരം റൂട്ടിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന റൈസോയിഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ലീഫ് പോലെയുള്ള ഒരു സ്ട്രക്ചർ, ലീഫി ലോബുകൾ ചിലപ്പോൾ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസത്തിന് പറയുന്ന പേരാണ് ബ്രയോഫൈറ്റ എന്ന് പറയുന്നത്. ഇനി ടെർഡോഫൈറ്റ എന്ന് പറയുന്നത് ആ ഓർഗാനിസത്തിന് ട്രൂ റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്. അപ്പോൾ ഇവർ നമ്മൾ ഈ കിണറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫേൺസുകൾ കാണാമല്ലോ നമുക്ക് അല്ലേ. അപ്പോൾ കിണറിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന പ്ലാന്റ് ഉണ്ടല്ലോ, അത് ഫേൺസ് ആണ്. അപ്പോൾ ഫേൺസിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രൂ റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്. സോ അങ്ങനെയുള്ള പ്ലാന്റുകളെയാണ് ടെർഡോഫൈറ്റിൽ പെടുത്തിയിരിക്കുന്നത്. സോ ഇവിടെ ക്രിപ്റ്റോഗ്യാമയിൽ 3 മെമ്പേഴ്സാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. 1 താലോഫൈറ്റ, 2 ബ്രയോഫൈറ്റ, 3 ടെർഡോഫൈറ്റ. താലോഫൈറ്റ എന്ന് പറഞ്ഞാൽ ആൽഗെ പോലുള്ള ആൽഗകൾ ഉൾപ്പെടുന്ന ബ്രാഞ്ചാണ്. അതിൽ ട്രൂ റൂട്ടില്ല, സ്റ്റെമ്മില്ല, ലീഫില്ല, താലോയിഡാണ് സ്ട്രക്ചർ. അവരുടെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് താലോയിഡാണ്. ബ്രയോഫൈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രയോഫൈറ്റ് നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ബയോഫൈറ്റ്സ് മിക്ക കുട്ടികൾക്കും ബ്രയോഫൈറ്റ് എന്ന് പറയുമ്പോൾ ഒന്നും അറിയില്ല. ബ്രയോഫൈറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്യുന്ന സമയമൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഇഷ്ടിക അല്ലെങ്കിൽ ഒരു മതിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഴയ മതിലാണ്, കുറച്ച് പഴയ ഇഷ്ടികയുണ്ട്, അല്ലെങ്കിൽ ചെടിച്ചട്ടികൾ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ചെടിച്ചട്ടികളുടെ മുകളിലൊക്കെ പായൽ പോലെ എന്നാൽ തൊട്ടാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ഇങ്ങനെ വളരുന്ന കാണാം. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകളാണ് ബ്രയോഫൈറ്റ്സുകൾ. ഇപ്പോൾ ബ്രയോഫൈറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രീൻ കാർപ്പറ്റൊക്കെ നമ്മൾ മലേൻ്റെ മുകളിലൊക്കെ, ചില മലകളോ അല്ലെങ്കിൽ മൗണ്ടെയിൻസിൻ്റെ മുകളിലൊക്കെ കാണുകയാണെങ്കിൽ ഈ ഗ്രീൻ കാർപ്പറ്റ് വിരിച്ച പോലെ തോന്നും, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്. അതാണ് ഈ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ടെർഡോഫൈറ്റ് കുറച്ചുകൂടി ഒരു വളരുന്ന എറക്റ്റായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്കറിയാം ഫേൺസൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്ന. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകളെയാണ് ടെർഡോഫൈറ്റ് എന്ന് പറയുന്നത്. ഇത് 3ഉം എവിടെയാണ്? ക്രിപ്റ്റോഗ്യാമെ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ്. ഇനി ഫെനറോഗ്യാമയിലേക്ക് വരാം. ഫെനറോഗ്യാമെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ ഓർഗനൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് കോൺസ് ഓർ ഫ്ലവേഴ്സ്. അതാണ് ഫെനറോഗ്യാമെ. സോ ഹിയർ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആർ ഓർഗനൈസ്ഡ്. Reproductive organs are organized in cones or flowers. ഇതാണ് നമ്മളുടെ ഫെനറോഗ്യാമെ ഫ്ലവേഴ്സ്. അപ്പോൾ ഇവിടെ ഫെനറോഗ്യാമയിൽ ഫസ്റ്റ് വണ്ണാണ് ജിംനോസ്പേംസ് എന്ന് പറയുന്നത്. പ്രിമിറ്റീവായിട്ടുള്ള നമ്മളുടെ സൈക്കസ്, പൈനസ് അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളാണ് ജിംനോസ്പേംസിൽ വരുന്നത്. കോൺസുകളായിട്ടാണ് അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കാണുക. മെയിൽ കോൺ, ഫീമെയിൽ കോൺ അങ്ങനെ. അപ്പോൾ ഇവിടെ ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോഴൊക്കെ കാണപ്പെടുന്ന ഫ്ലവറിങ് പ്ലാന്റുകളാണ് ആൻജിയോസ്പേംസ്. ഫ്ലവേഴ്സിലാണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടാകുക. ഫ്ലവേഴ്സ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ടാകാം. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് ആർ പ്രസൻറ്റ് ഇൻ ദി സെയിം ഫ്ലവർ. ചെമ്പരത്തി പോലെ. അതിനാണ് നമ്മൾ എന്ത് പറയുക? ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. ഇനി യൂണിസെക്ഷൽ ഫ്ലവറുകൾ ഉണ്ടാകാം. നമ്മളുടെ മത്തൻ, കുമ്പളങ്ങ അല്ലെങ്കിൽ കോൺ, അതിലൊക്കെ യൂണിസെക്ഷൽ ഫ്ലവറാണ്. ഒരേ പ്ലാന്റിൽ തന്നെ മെയിൽ ഫ്ലവറും കാണാം, ഫീമെയിൽ ഫ്ലവറും കാണാം. അതിനെയാണ് യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. സോ ബൈസെക്ഷൽ ഫ്ലവറായിട്ട് കാണാം അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവറായിട്ട് കാണാം. ഇനി പപ്പായ, നമ്മളുടെ ഡേറ്റ് പാം, നമ്മളുടെ ജാതിക്ക അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ എടുത്തു കഴിഞ്ഞാൽ മെയിൽ പ്ലാന്റ് വേറെയാണ്, ഫീമെയിൽ പ്ലാന്റ് വേറെയാണ് അല്ലേ. അപ്പോൾ മെയിൽ പ്ലാന്റിലാണ് മെയിൽ പൂവ് ഉണ്ടാവുക, ഫീമെയിൽ പ്ലാന്റിലാണ് ഫീമെയിൽ പൂവ് ഉണ്ടാവുക. അങ്ങനെയുള്ള ഓർഗൻസിനെയാണ് നമ്മൾ, അങ്ങനെയുള്ള പ്ലാന്റുകളെയാണ് നമ്മൾ ഡയേഷ്യസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഒരേ പ്ലാന്റിൽ തന്നെ ഈ മൊണേഷ്യസും ഈ മൊണേഷ്യസ് ആയിട്ടുള്ള ഫ്ലവർ അല്ലെങ്കിൽ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവർ കാണുകയാണെങ്കിൽ നമ്മളിനെ ഫ്ലവേഴ്സ് മൊണേഷ്യസ് ബട്ട് പ്ലാന്റ് മൊണേഷ്യസ്, ഫ്ലവേഴ്സ് യൂണിസെക്ഷൽ എന്ന് പറയും. അതേസമയം ഒരേ പ്ലാന്റിൽ തന്നെ ഒരു പ്ലാന്റിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ നമ്മളതിനെ പറയുന്ന പേരാണ് ഫ്ലവർ ബൈസെക്ഷൽ പ്ലാന്റ് മൊണേഷ്യസ് എന്ന് പറയും. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ സപ്പോസ് ഇവിടെ ഇതൊരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കും. ഈ പ്ലാന്റിലൊരു ബൈസെക്ഷൽ ഫ്ലവർ ആണുള്ളത് എന്ന് വിചാരിക്കും. അതായത് ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെയിലും കാണാം, ഫീമെയിലും കാണാം. ഇത് മെയിലാണെന്ന് വിചാരിക്കും, ഇത് ഫീമെയിൽ ആണെന്ന് വിചാരിക്കും. ചെമ്പരത്തി പോലെ. അങ്ങനെയാണെങ്കിൽ ഫ്ലവർ നമ്മൾ എന്താ പറയുക? ബൈസെക്ഷൽ എന്ന് പറയും.
ഈ പ്ലാന്റിന് നമ്മൾ എന്താ പറയുക? മൊണേഷ്യസ് എന്ന് പറയും. എന്തുകൊണ്ട് ഇതിനെ മൊണേഷ്യസ് എന്ന് പറയുന്നേ? ഈ പ്ലാന്റിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്ലാന്റിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനുമുണ്ട്, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനുമുണ്ട്. അതുകൊണ്ട് ഇതിനെ പ്ലാന്റിനെ മൊണേഷ്യസ് എന്ന് പറയും. ഫ്ലവറിന് എന്താ പറയുക? ബൈസെക്ഷൽ എന്ന് പറയും. ഇനി വേറൊരു പ്ലാന്റ് എടുത്ത് വേറെ നമ്മളുടെ കോൺ ചെടി അല്ലെങ്കിൽ മെയ്സ് ചെടി, ചോളമൊക്കെ എടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഇതാണ് ചോളത്തിൻ്റെ ചെടി എന്ന് വിചാരിക്കൂ. ഇവിടെ ഒരു മെയിൽ പൂവുണ്ട്, ഇവിടെ ഒരു ഫീമെയിൽ പൂവുണ്ടെന്ന് വിചാരിച്ചോ. ഇത് മെയിൽ ഫ്ലവറാണ്, ഇത് ഫീമെയിൽ ഫ്ലവറാണ് എന്ന് വിചാരിക്കൂ. അപ്പോൾ പ്ലാന്റിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിൽ മെയിലുമുണ്ട് ഫീമെയിലും ഉണ്ട്. സോ ദ പ്ലാന്റ് ഈസ് നോൺ ആസ് മൊണേഷ്യസ്. പ്ലാന്റ് ഈസ് നോൺ ആസ് മൊണേഷ്യസ് വിത്ത് യൂണിസെക്ഷൽ ഫ്ലവർ. യൂണിസെക്ഷൽ എന്ന് പറയാൻ കാരണം എന്താ? ഒരു ഫ്ലവറിൽ ഐദർ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഫ്ലവറിന് നമ്മൾ യൂണിസെക്ഷൽ എന്ന് പറയും, പ്ലാന്റിന് നമ്മൾ എന്താ പറയുക? മൊണേഷ്യസ് എന്ന് പറയും. ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പപ്പായ പ്ലാന്റ്, ആൺ പപ്പായ പ്ലാന്റ് വേറെയാണ്, പെൺ പപ്പായ പ്ലാന്റ് വേറെയാണ്. ആൺ പപ്പായ പ്ലാന്റിൽ മെയിൽ സെക്സ് ഓർഗൻ മാത്രമേ ഉണ്ടാവുള്ളൂ, പെൺ പപ്പായ പ്ലാന്റിൽ ഫീമെയിൽ സെക്സ് ഓർഗൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ആൻജിയോസ്പേംസിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സാണ്. സോ ഇതെല്ലാം ഫെനറോഗ്യാമയിൽ വരുന്നതാണ്. മനസ്സിലായല്ലോ? ജിംനോസ്പേംസും ആൻജിയോസ്പേംസും വരുന്ന ഗ്രൂപ്പാണ് ഫെനറോഗ്യാമെ. അതേസമയം ബ്രയോഫൈറ്റും ടെർഡോഫൈറ്റും ആൽഗയും വരുന്ന ഗ്രൂപ്പാണ് കപ്റ്റോഗ്യാമെ. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ആദ്യത്തെ മെമ്പേഴ്സായ ഏതിലേക്ക് പോകാം? ആൽഗയിലേക്ക് പോകാം. ആൽഗയാണ് ഫസ്റ്റ് മെമ്പർ അല്ലേ? ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ പഠിക്കുന്നത് ഒരു ലീസ്റ്റ് അഡ്വാൻസ്ഡ് ടു ഹയസ്റ്റ് അഡ്വാൻസ്ഡ് ആ ഒരു രീതിയിലാണ്. ലീസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ആണ് ആൽഗെ എന്ന് പറയുന്നത്. ഹയർ ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് മോഡേൺ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം ഇങ്ങനെ ആദ്യം എവോൾവ് ചെയ്തത് ആൽഗെ ആവണം, അതിനുശേഷമായിരിക്കും ബ്രയോഫൈറ്റ്സ് എവോൾവ് ചെയ്തിട്ടുണ്ടാവുക, അതിനുശേഷമാണ് ടെർഡോഫൈറ്റ് ഇവോൾവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ബേസിലാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. സോ വി ആർ ഗോയിങ് ടു ആൽഗെ നൗ. ദ ടേം ആൽഗെ provided by Linnaeus. Linnaeus ആണ് ആൽഗ എന്നുള്ള ടേം ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് ആണ് ലിനേയസ്. ഇനി ഫൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ആൽഗെ, അതിന് പറയുന്ന പേരാണ് ഫൈക്കോളജി. ഫാദർ ഓഫ് ഫൈക്കോളജി എന്നുള്ള ഫാദർ ഓഫ് ഫൈക്കോളജി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സയൻറ്റിസ്റ്റാണ് ഫ്രിച്ച് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അതുപോലെ ഫാദർ ഓഫ് ഇന്ത്യൻ ഫൈക്കോളജി ആണ് MOP അയ്യങ്കാർ. So study of algae is known as phycology. Father of phycology Frisch and father of Indian phycology is MOP Iyengar. The term algae provided by Linnaeus. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ആൽഗകളെ കാണാം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആൽഗെ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഫ്രീ ആയിട്ട് മറൈൻ ഹാബിറ്റാറ്റിലോ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിലൊക്കെ കാണപ്പെടുന്ന, വെള്ളത്തിലൊക്കെ കാണപ്പെടുന്ന ആൽഗകൾ കാണാം. അതുപോലെ ഇപ്പോൾ ലൈക്കൻ നമ്മൾ പഠിച്ചു അല്ലേ? ഫംഗസിൻ്റെ കൂടെ സിംബയോട്ടിക് ആയിട്ട് ജീവിക്കുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ ലൈക്കൻ എന്ന് പറയുന്നത്. സോ ഹിയർ വി ക്യാൻ സീ ദിസ് ഈസ് എ ലൈക്കൻ. ആൻഡ് ഹിയർ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈക്കൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഫോർട്ടിക്കോസ് ലൈക്കൻ ഉണ്ട്, ക്രസ്റ്റോസ് ലൈക്കൻ ഉണ്ട്, ഫോളിയോസ് ലൈക്കൻ ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈക്കൻസ് ഉണ്ട്. ലൈക്കനായിട്ട് നമുക്ക് ആൽഗയും ഫംഗയും ഒരുമിച്ച് കാണുന്നതിനെയാണ് ലൈക്കൻ എന്ന് പറയുന്നത്. ഇനി ചില ആൽഗകൾ ചില ഓർഗാനിസം, ചില ആനിമൽസിൻ്റെ ബോഡിയിലൊക്കെ ഒരു സിംബയോട്ടിക് അസോസിയേറ്റഡ് ആയിട്ട് ജീവിക്കുന്നത് കാണാം. ഇനി പാരസൈറ്റുകളായിട്ടുള്ള ആൽഗകളുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റിലൊക്കെ ജീവിക്കുന്ന ആൽഗകളുണ്ട്. ജനറലി ഈ ആൽഗകളുടെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആൽഗെ ഈസ് സറൗണ്ടഡ് ബൈ എ മ്യൂസിലാജിനസ് ഷീത്ത്. നമ്മൾ പായലിലൂടെയൊക്കെ നടക്കുമ്പോൾ വഴുക്കുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് വഴുക്കുന്നത്? അതിനൊരു മ്യൂസിലാജിനസ് കവറിങ് ഉള്ളത് കൊണ്ടാണ്. സോ ആൽഗെ ജനറലി ദെയർ പ്ലാന്റ് ബോഡി ഈസ് കവേർഡ് ബൈ എ മ്യൂസിലാജിനസ് ഷീത്ത്. മനസ്സിലായല്ലോ അല്ലേ? ആൻഡ് ദിസ് സെൽ വോൾ അണ്ടർ ദി മ്യൂസിലാജിനസ് ഷീത്ത്, ആ മ്യൂസിലാജിനസ് ഷീത്തിൻ്റെ അടിയിലായിട്ട് വി ക്യാൻ സി എ സെൽ വോൾ ഉണ്ട്. സെൽ വോള് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ കൊണ്ടാണ്. സെല്ലുലോസ് ഉണ്ട്, അതുപോലെ പെക്റ്റിൻ ഉണ്ട്. അപ്പോൾ ജനറലായിട്ട് സെല്ലുലോസും പെക്റ്റിനും കാണാം. ബട്ട് മെയിൻലി എല്ലാ ആൽഗകളെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഗാലക്ടോസ്, സെല്ലുലോസിൻ്റെ കൂടെ ഗാലക്ടോസ് കാണുന്നുണ്ട്, മാനാൻസ് കാണുന്നുണ്ട്, സൈലാൻ കാണുന്നുണ്ട്. ചില പ്ലാന്റുകളിലാണെങ്കിൽ മിനറൽസ് ലൈക്ക് കാൽസ്യം കാർബണേറ്റ് കാണാം. അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് അവരുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള താലോയിഡ് സ്ട്രക്ചറാണ്. നിങ്ങൾക്ക് താലസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി കാണും. സോ ദിയർ ബോഡി ഈസ് നോട്ട് ഹാവിങ് എ പെർഫെക്റ്റ് റൂട്ട് ഓർ സ്റ്റെം ഓർ ലീഫ്.
അവർ ഡോസിവെൻട്രലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ്. സോ ദേ ആർ താലോയിഡ് ആൻഡ് ദേ ആർ ഓട്ടോട്രോഫിക് ആണ് അല്ലേ. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ ഹാവിങ് ക്ലോറോഫിൽസുകളുണ്ട്. ക്ലോറോഫിൽ ജനറലായിട്ട് നമ്മൾ പറയും ക്ലോറോഫിൽ ഉണ്ട്, കരോട്ടിനോയിഡ്സ് ഉള്ള ആൽഗകളുണ്ട്, സാന്തോഫിലുകളുള്ള ആൽഗകളുണ്ട്. But mainly we have classified these algae into different groups mainly based upon their pigments. പിഗ്മെൻസുകൾ ഏതെല്ലാമാണ് പ്രസൻ്റ് ആയിരിക്കുന്നത് എന്നതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ആൽഗകളെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അതിൻ്റെ മാത്രം ബേസിലല്ല കേട്ടോ, എന്നാലും മെയിനായിട്ട് അവരുടെ പിഗ്മെൻസുകളുടെ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടാണ് അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ജനറലായിട്ട് പറയാം ക്ലോറോഫിൽ ഉണ്ട്, അതുപോലെ സാന്തോഫിലുണ്ട്, അതുപോലെ നമുക്ക് എന്താ പറയുക കരോട്ടിനോയിഡ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള പിഗ്മെൻസുകളെല്ലാം അവരുടെ ബോഡിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഫുഡ് മെറ്റീരിയൽസ്. ദേ ആർ ഓട്ടോട്രോഫിക് ഓർഗാനിസം. ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ആൻഡ് ജനറലി ദേ ആർ പ്രസൻറ്റ് ഇൻ മോയിസ്റ്റ് ആയിട്ടുള്ള വെള്ളമുള്ള കണ്ടീഷൻസിലാണല്ലേ കാണുന്നത്. മോയിസ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺസിലോ സോയിൽസിലോ വുഡുകളിലൊക്കെയാണ് അവർ കാണപ്പെടുന്നത്. പിന്നെ സം ആർ ഒക്കർ ഇൻ അസോസിയേഷൻ വിത്ത് ഫംഗായി. ഞാൻ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ലൈക്കനായിട്ട് ജീവിക്കുന്നതാണ് എന്താ? സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗേ ആൻഡ് ഫംഗായി. അങ്ങനെയും നമുക്ക് കാണാം. ഇതൊരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. നിങ്ങൾക്ക് ഈ ഓർഗാനിസത്തിന് അറിയോ? സ്ലോത്ത് ബിയർ ആണ് അല്ലേ. ഈ സ്ലോത്ത് ബിയറിൻ്റെ കണ്ടോ, ഇത് പച്ച നിറത്തിന് കാരണം എന്താണ്? ഇതിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു ആൽഗയാണ്. സോ ദിസ് ടൈപ്പ് ഓഫ് ഇത് രണ്ടും ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സിംബയോട്ടിക് അസോസിയേഷൻസ് നമുക്ക് ആൽഗകളിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആൽഗെ യൂണിസെല്ലുലാർ ആൽഗയുണ്ട്, അതുപോലെ മൾട്ടി സെല്ലുലാർ ആൽഗയുണ്ട്, കോളനി ആയിട്ട് ജീവിക്കുന്ന ആൽഗയുണ്ട്, ഫിലമെൻറ്റസ് ആയിട്ട് ജീവിക്കുന്ന ആൽഗയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവരുടെ സ്ട്രക്ചർ ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും, സൈസ് ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ഫോംസ് ആണ് ക്ലമൈഡോമോണസ്, അതുപോലെ ക്ലോറല്ല, അങ്ങനെയുള്ള എല്ലാം എന്താണ്? മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ആൽഗയാണ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. According to five kingdom classification, Chlamydomonas, Chlorella are belonging to Protista kingdom, but their cell cycle is more similar to algae, so we have classified them under algae group. മനസ്സിലായല്ലോ. അപ്പോൾ പ്ലാന്റ് കിങ്ഡം ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ക്ലമൈഡോമോണസിനെയും ക്ലോറല്ലേനെയും ഒക്കെ പ്ലാന്റ്സിൻ്റെ ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്. സോ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ആൽഗകളാണ്. ക്ലമൈഡോമോണസ് ഉണ്ട്, ക്ലോറല്ല ഉണ്ട്, അതെല്ലാം. ഇനി കൊളോണിയൽ ഫോംസ് ഉണ്ട്, അതായത് ഒരുമിച്ചൊരു കോളനി പോലെ ജീവിക്കുന്ന ഓർഗാനിസംസ്. മോട്ടൈൽ കോളനി ആകാം, ചിലപ്പോൾ ഇമ്മോട്ടൈൽ കോളനി ആകാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓർഗാനിസം ഇത് വോൾവോക്സ് ഒരു മോട്ടൈൽ കോളനിയാണ് കേട്ടോ. ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഫോം ഉണ്ട്. ഫിലമെൻറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇങ്ങനെ ഫിലമെൻറ്റ് പോലെ കോളനി തന്നെയാണ്, പക്ഷേ ഒരുമിച്ച് നീളത്തിലൊരു ഫിലമെൻറ്റ് പോലെ കാണുന്ന ഓർഗാനിസംസ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് നമ്മളുടെ യൂളോത്രിക്സ്, അതുപോലെ സ്പൈറോഗൈറ. ഇതെല്ലാം ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഫോംസ് ആണ്. സോ ഇതെല്ലാം ഇങ്ങനെ വേരിയസ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ആൽഗകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ആൽഗകളുടെ ഹാബിറ്റിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ടെറസ്ട്രിയൽ ആൽഗെ എന്ന് പറഞ്ഞാൽ ദ ആൽഗെ വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ സോയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ സാധാരണ ഹാബിറ്റാറ്റിലല്ലാതെ കുറച്ച് ഡ്രൈ സോയിലൊക്കെ കാണപ്പെടുന്ന ആൽഗയ്ക്ക് പറയുന്ന പേരാണ് ടെറസ്ട്രിയൽ ആൽഗെ. ആൻഡ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ടെറൻറ്റോഫോളിയ എന്ന് പറയുന്ന ആൽഗെ ഒരു ടെറസ്ട്രിയൽ ആൽഗയാണ്. ടെറൻറ്റോഫോളിയ. ഓക്കെ. എപ്പിഫൈറ്റ്. എന്താണ് എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എപ്പിഫൈറ്റ് ഗ്രോയിങ് ഓൺ ദി സർഫസ് ഓഫ് ദി പ്ലാന്റിൻ്റെ സർഫസിൽ ജീവിക്കുന്ന, ഗ്രോയിങ് ഓൺ ദി പ്ലാന്റ് ബോഡിയിൽ ജീവിക്കുന്ന, പ്ലാന്റ് ബോഡീൻ്റെ പുറമെ ജീവിക്കുന്ന ഓർഗാനിസത്തിന് പറയുന്ന പേരാണ് എപ്പിഫൈറ്റ്. എക്സാമ്പിൾ ഏതാണ്? പ്രോട്ടോകോക്കസ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് എൻഡോഫൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇൻസൈഡ് ദി ബോഡി ഓഫ് ദി പ്ലാന്റിൻ്റെ ബോഡീൻ്റെ ഉള്ളിൽ താമസിക്കുന്ന, ഇൻസൈഡ് ദി ബോഡി ഓഫ് പ്ലാന്റ്. അതിന് അങ്ങനെയുള്ളൊരു പ്ലാന്റിന് എക്സാമ്പിളാണ്, അങ്ങനെയുള്ളൊരു ആൽഗയ്ക്ക് എക്സാമ്പിളാണ് കോളിയോകീറ്റെ നൈറ്റെല്ലം എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ബോഡീൻ്റെ ഉള്ളിലാണ് ഇത് കാണപ്പെടുന്നത്. കോളിയോകീറ്റെ നൈറ്റെല്ലം. എപ്പിസോയിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
എപ്പിഫൈറ്റ് പോലെ സോയിക് എന്ന് പറഞ്ഞാൽ ആനിമൽസ് ആണ്, ആനിമൽസ് റിലേറ്റഡ് ആണ്. സോ എപ്പിസോയിക് ആർ ദി ആൽഗെ വിച്ച് ഈസ് ലിവിങ് ഓൺ ദി സർഫസ് ഓഫ് ദി ആനിമൽ ബോഡി. ഏതെങ്കിലും ആനിമൽസിൻ്റെ ബോഡീൻ്റെ സർഫസിൽ ജീവിക്കുന്ന ഓർഗാനിസംസിന് പറയുന്ന പേരാണ് എപ്പിസോയിക്. അതിനൊരു എക്സാമ്പിളാണ് ക്ലാഡോഫോറ. ക്ലാഡോഫോറ എന്ന് പറയുന്ന ഫംഗെ ചില മൊളസ്കുകളുടെ ഷെല്ലിൻ്റെ പുറത്താണ്, മൊളസ്കുകളുടെ ബോഡിയിലാണ് താമസിക്കുന്നത്. സോ ക്ലാഡോഫോറ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളുടെ സ്ലോത്ത് ബിയറിൻ്റെ സിംബയോട്ടിക് അസോസിയേഷനിലൂടെ കാണപ്പെടുന്ന ആൽഗേൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ സ്ലോത്തിനെ കാണിച്ചു തന്നിരുന്നു. ആ ആൽഗയാണ് ട്രൈക്കോഫിലസ് വെൽക്കേരി എന്ന് പറയുന്ന ആൽഗി. ഇനി എൻഡോസോയിക് എന്താണെന്ന് അറിയാലോ അല്ലേ? ആനിമൽസിൻ്റെ ബോഡീൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആൽഗികളെയാണ് എൻഡോസോയിക് എന്ന് പറയുന്നത്. എൻഡോസോയിക് ആയിട്ടുള്ള ഒരു ആൽഗയാണ് സൂക്ലോറെല്ലെ എന്ന് പറയുന്ന ആൽഗെ വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻസൈഡ് ദി ബോഡി ഓഫ് ഹൈഡ്ര. അതുപോലെ സൂസെന്തല്ലെ വേറൊരു എൻഡോസോയിക് ആയിട്ടുള്ള ആൽഗയാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് ആൽഗെ ഈസ് സെഫാലുറോസ്. സെഫാലുറോസ് ഈസ് എ പാരസൈറ്റിക് ആൽഗെ. പാരസൈറ്റ് ഓൺ ടീ പ്ലാന്റ്. ടീ പ്ലാന്റിൽ കാണപ്പെടുന്ന ഒരു പാരസൈറ്റ് ആണ്. ആൻഡ് ഇറ്റ് കോസ് റെഡ് റസ്റ്റ് ഡിസീസ് ഇൻ ടീ പ്ലാന്റ്. റെഡ് റസ്റ്റ് ഡിസീസ് ടീ പ്ലാന്റിൽ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് റെഡ് റസ്റ്റ് ഡിസീസ്. എക്കണോമിക്കലി ഒരുപാട് ലോസ് ഉണ്ടാക്കുന്ന ഒരു ആൽഗയാണ് സെഫാലുറോസ്. അതുപോലെ അടുത്ത ആൽഗയാണ് നമ്മുടെ തെർമോഫിലിക് ആൽഗെ എന്ന് പറയുമ്പോൾ ഹോട്ട് വാട്ടറിൽ കാണപ്പെടുന്ന ആൽഗയാണ്. ക്ലോറെല്ല അങ്ങനെ ഒരു ആൽഗയാണ്. ചില സ്പീഷീസ് ഓഫ് ക്ലോറെല്ല എല്ലാം തെർമോഫിലിക് ആണ്. ഇനി ക്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ റീജിയൻസിലൊക്കെ കാണപ്പെടുന്ന ആൽഗയാണ്. ചില ക്ലമൈഡോമോണസിൻ്റെ ചില സ്പീഷീസുകൾ ഈ ക്രയോഫൈറ്റ് ആണ്. പിന്നെയുള്ളതാണ് സാപ്രോഫൈറ്റ് ആയിട്ടുള്ള ഒരു ആൽഗേൻ്റെ എക്സാമ്പിളാണ് വോച്ചേരിയ. അപ്പോൾ ഇത്രയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൽഗകളാണ്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആൽഗേൻ്റെ ഹാബിറ്റാറ്റാണ് ഈ പറയുന്നത് കേട്ടോ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിംഗിൾ സെല്ലുലാർ ആയിട്ടുള്ള ആൽഗയുണ്ട്. ഇപ്പോൾ ക്ലമൈഡോമോണസ് ക്ലോറെല്ല എല്ലാം സിംഗിൾ സെല്ലുലാർ ആണെന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു ആൽഗയാണ് അസറ്റാബുലേറിയ എന്ന് പറയുന്ന ഒരു ആൽഗെ. അതിന് നമ്മൾ ലാർജസ്റ്റ് യൂണിസെല്ലുലാർ ആൽഗെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അസറ്റാബുലേറിയ, അംബ്രല്ല പ്ലാന്റ് എന്നൊക്കെ പറയൂ കേട്ടോ. അംബ്രല്ല പ്ലാന്റ് ഇവിടെ എഴുതാം. അസറ്റാബുലേറിയ അംബ്രല്ല പ്ലാന്റ് എന്നാണ് പറയുക. ലാർജസ്റ്റ് യൂണിസെല്ലുലാർ ആൽഗെ. ഇതും നമ്മൾ പൊട്ടിസ്റ്റേൻ്റെ കിങ്ഡത്തിൽ വരേണ്ടതാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. പക്ഷേ ഇതിൻ്റെ സെൽ സൈക്കിൾ ആൽഗയുമായിട്ടാണ് സിമിലർ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആൽഗയിലേക്ക് പെടുത്തിയിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ആൽഗകൾ നമുക്ക് കാണാവുന്നതാണ്. ഇനി ജനറലായിട്ട് ആൽഗേൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫിഷൻ നടക്കാറുണ്ട്. ഫിഷനിലൂടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കും. അതുപോലെ ഫ്രാഗ്മെൻറ്റേഷൻ വഴി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കാറുണ്ട്. യൂണിസെല്ലുലാർ ആൽഗകളാണ് ഫിഷനിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ക്ലമൈഡോമോണസ് അങ്ങനെയുള്ളതൊക്കെ യൂണിസെല്ലുലാർ ആൽഗകളാണല്ലോ, അവർ ഫിഷനിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യും, ബൈനറി ഫിഷനിലൂടെ. സ്വാഭാവികമായിട്ട് നമ്മുടെ ആൽഗയിൽ നടക്കുന്ന the most common type of reproduction is the vegetative reproduction, that is fragmentation. Fragmentation is very common in filamentous algae. So you can see this is Spirogyra is a type of filamentous algae. See how it is fragmenting. It is fragmenting into two different pieces, and each fragment is developing into new organism or new algae. So this is called fragmentation. And next one is asexual reproduction by spores. So here also you can see different type of here from the filamentous algae spores are developing. Usually during favorable condition, the most common type of spores which are developing in algae is zoospore. Zoospore എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ? സൂസ്പോർ എന്ന് പറയുമ്പോൾ എന്താണ്, മോട്ടൈലായിട്ടുള്ള സ്പോർസുകളെയാണ് നമ്മൾ സൂസ്പോർ എന്ന് പറയുന്നത്. സോ നമ്മൾ പഠിച്ചു സ്പൊറാഞ്ചിയോസ്പോർസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സ്പോർസുകളാണ്. So there are two type of sporangiospours are the motile spores which is known as zoospore, and non-motile spores will be there which is called a planospore എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. So here also which is developing inside the filaments and they are motile also. ഇത് കണ്ടോ, motile ആണ്, അതിന് ഫ്ലജല്ല കാണാം. ഇങ്ങനെയുള്ള സ്പോർസിനെയാണ് നമ്മൾ സൂസ്പോർ എന്ന് പറയുന്നത്. അത് ഫേവറബിൾ കണ്ടീഷൻസിലാണ്. കണ്ടീഷൻ വളരെ എൻവയോൺമെൻറ്റിൽ വളരെ ഫേവർ ആണെങ്കിൽ മാത്രമാണ് സൂസ്പോർ ഉണ്ടാകുക. ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ
in algae which will develop certain some other spores that are hypnospore, then achainets, then aplanospore. ഇതെല്ലാം അൺഫേവറബിൾ കണ്ടീഷനിൽ ഉണ്ടാകുന്ന സ്പോറുകളാണ്. ഏതൊക്കെയാണ്? ഹൈപ്നോസ്പോർ ഒക്കെ ഗ്രീൻ ആൽഗയിൽ കാണപ്പെടുന്ന സ്പോറുകളാണ്. അക്കൈനറ്റ്സ്, അപ്ലാനോസ്പോസ് ഇതെല്ലാം അൺഫേവറബിൾ കണ്ടീഷൻസിൽ ആൽഗകളിൽ കാണപ്പെടുന്ന സ്പോർസുകളാണ്. തിക്ക് വോൾഡ് ആണ്. തിക്ക് വോൾഡ് എന്തിനു വേണ്ടിയിട്ടാണ്? അൺഫേവറബിൾ കണ്ടീഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോൺ മോട്ടൈൽ സ്പോർസുകളാണ്. സോ തിക്ക് വോൾഡ്, നോൺ മോട്ടൈൽ, വേരിയിങ് ഡിഗ്രീസിലുള്ള തിക്നെസ് ഉള്ള നോൺ മോട്ടൈൽ സ്പോർസുകളാണ് ഹൈപ്നോസ്പോർ, അക്കൈനറ്റ്സ് ആൻഡ് അപ്ലാനോസ്പോസ് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ആൽഗകളിൽ കാണപ്പെടുന്ന സ്പോർസുകളാണ്. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലോ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ സെക്സ് ഓർഗൻസ് ഉണ്ടാവണം അല്ലേ? യൂഷ്വലി ഇൻ ആൽഗെ സെക്സ് ഓർഗൻസ് ആർ യൂണിസെല്ലുലാർ ആൻഡ് ജാക്കറ്റ്ലെസ്. എന്താണ്? ഒരൊറ്റ സിംഗിൾ സെൽ കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ കവർ ചെയ്ത് എന്തുണ്ടാവില്ല? ഒരു ജാക്കറ്റ് ഒന്നും കാണില്ല. സോ ഇൻ ജനറലി ഇൻ ആൽഗെ their sex organs are unicellular and jacketless. Usually this male sex organ in algae is known as antheridium. Female sex organ is generally known as oogonium. മനസ്സിലായല്ലോ? മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ പറയുന്ന പേരാണ് ആന്തരിഡിയം, ഫീമെയിൽ സെക്സ് ഓർഗനെ പറയുന്ന പേരാണ് ഊഗോണിയം എന്ന് പറയും. അത് യൂണിസെല്ലുലാർ ആണ്, ജാക്കറ്റ്ലെസ് ആണ്. ഇനി ഇവിടെ നിന്ന് ഊഗോണിയത്തിൽ നിന്ന് ഒരു എഗ്ഗ് പോലെ ഗ്യാമീറ്റ് ഉണ്ടാകുന്നു, അതുപോലെ നമ്മുടെ ആന്തരിഡിയത്തിൽ നിന്ന് ഒരു ഗ്യാമീറ്റ് ഉണ്ടാകുന്നു. അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഉണ്ടാകുന്നു. അതിനുശേഷം സൈഗോട്ട് എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഇതൊരു മെയിൽ ഗ്യാമറ്റ് ആണെന്ന് വിചാരിക്കൂ, ഇതൊരു ഫീമെയിൽ ഗ്യാമറ്റ് ആണെന്ന് വിചാരിക്കൂ. ഹാപ്ലോയിഡാണ്, രണ്ടും ഹാപ്ലോയിഡാണ്. ഈ രണ്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടാണ്. ഇനി ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടിനെ എങ്ങനെയാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? കാരണം ആൽഗെ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ആൽഗെ ഹാപ്ലോയിഡ്, ഞാൻ ജനറലായിട്ട് പറയുന്നതാണ് കേട്ടോ, ഹാപ്ലോയിഡ് എന്ന്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആൽഗകളൊക്കെ ഉണ്ട്, നമ്മളതൊക്കെ പഠിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ ആൽഗെ ഇപ്പോൾ ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ആൽഗെ ആണെങ്കിൽ ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടിൽ നിന്ന് എങ്ങനെയാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ആൽഗെ ഉണ്ടാകുക? We know that there is a division which is called meiosis. That division is known as meiosis. Meiosis is also called reduction division. Why it is known as reduction division? Because it is used to restore the chromosome number haploid condition. അതായത് ക്രോമസോം നമ്പറിനെ റെഡ്യൂസ് ചെയ്യും, ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യും. 10 ക്രോമസോം ഉള്ള പാരന്റ് സെല്ലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഡിവിഷൻ കഴിഞ്ഞ് വരുമ്പോൾ 4 സെല്ലുകൾ ഉണ്ടാകും. ആൻഡ് ഈച്ച് സെൽ ഈസ് ഹാവിങ് 5 ക്രോമസോം ഈച്ച്. സോ ദിസ് ടൈപ്പ് ഓഫ് ഡിവിഷൻ ഈസ് നോൺ ആസ് മിയോട്ടിക് ഡിവിഷൻ ഓർ റിഡക്ഷൻ ഡിവിഷൻ. ഇപ്പോൾ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടിന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ഏത് ഡിവിഷനാണ് നടക്കുക? മിയോസിസ് നടക്കണം അല്ലേ? അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കണം. റിഡക്ഷൻ ഡിവിഷനിലൂടെ അതിന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ക്രോമസോം നമ്പർ റീസ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഹിയർ ഞാൻ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദി ആൽഗെ ദെയർ സെക്സ് ഓർഗൻസ് ആർ യൂണിസെല്ലുലാർ ആൻഡ് ജാക്കറ്റ്ലെസ് എന്ന് പറഞ്ഞല്ലോ. എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ക്യാര, എക്സെപ്ഷൻ ആയിട്ടുള്ള ഒരു ആൽഗേൻ്റെ പേരാണ് ക്യാര. ക്യാര എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ആൽഗയാണ്. ക്യാര എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ആൽഗയാണ്. ആൻഡ് ദിസ് ഗ്രീൻ ആൽഗെ, ഇൻ ദിസ് ഗ്രീൻ ആൽഗെ സെക്സ് ഓർഗൻസ് ആർ മൾട്ടി സെല്ലുലാർ ആൻഡ് ജാക്കറ്റഡുമാണ് മൾട്ടി സെല്ലുലാറുമാണ്. ഇതിലെ മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോബ്യൂൾ എന്ന് പറയും. ഫീമെയിൽ സെക്സ് ഓർഗനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്യൂൾ. ഗ്ലോബ്യൂൾ ആൻഡ് ന്യൂക്യൂൾ, ഗ്ലോബ്യൂൾ ആൻഡ് ന്യൂക്യൂൾ. മനസ്സിലായല്ലോ? മെയിൽ സെക്സ് ഓർഗനെ ഗ്ലോബ്യൂൾ എന്ന് പറയും, ഫീമെയിൽ സെക്സ് ഓർഗനെ ന്യൂക്യൂൾ എന്ന് പറയും. ഇതൊരു എക്സെപ്ഷണൽ കേസസ് ആണ്. ബാക്കി എല്ലാ ആൽഗകളിലും സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആണ്, ജാക്കറ്റ്ലെസ് ആണ്.
സോ ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഐസോഗമി ആകാം, അനൈസോഗമി ആകാം, ഊഗമി ആകാം. ഐസോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? gametes which are formed morphologically similar. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഐസോഗമി എന്ന് പറയുന്നത്. അനൈസോഗമി എന്ന് പറഞ്ഞാലോ gametes which are formed are morphologically dissimilar. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അനൈസോഗമി എന്ന് പറയുന്നത്. ഊഗമി is a type of anisogamy in which male gamete is small and motile, female gamete is non-motile but big. മനസ്സിലായല്ലോ? സോ ആ ടൈപ്പിനെയാണ് നമ്മൾ ഊഗമി എന്ന് പറയുന്നത്. ആൽഗയിൽ വി ക്യാൻ സീ ബോത്ത് ഐസോഗമി, അനൈസോഗമി ആൻഡ് ഊഗമി. ഓൾ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ വി ക്യാൻ സീ ഇൻ ദ കേസ് ഓഫ് ആൽഗെ. അപ്പോൾ ഐസോഗമി ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ എക്സാമ്പിൾ അതേപോലെ പഠിച്ചിരിക്കണം. ഇൻ ഐസോഗമി ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് ഓഫ് സിമിലർ ഇൻ സൈസ്, ദേ മേ ബി ഫ്ലജല്ലേറ്റഡ് and similar gametes are present in Eulothrix. ഒരു ഫിലമെൻ്റസ് ആൽഗയാണ് യൂളോത്രിക്സ്. യൂളോത്രിക്സ് എന്ന് പറയുന്ന ആൽഗയിൽ ഫ്ലാജല്ലേറ്റഡ് ആയിട്ടുള്ള ഗാമീറ്റ് ആണ് ആൻഡ് വിച്ച് ആർ സിമിലർ. Non-flagellated and similar gametes are present in Spirogyra. Spirogyra ആണെങ്കിൽ ഇതൊരു ഫിലമെൻ്റസ് ആൽഗയാണ്. സ്പൈറോഗൈറയിലാണെങ്കിൽ ഗാമീറ്റുകൾ സിമിലർ ആണ്, പക്ഷേ നോൺ മോട്ടൈൽ ആണ്, അല്ലെങ്കിൽ നോൺ ഫ്ലജല്ലേറ്റഡ് ആണ്. അനൈസോഗമി നമുക്ക് കാണപ്പെടുന്നത് സാധാരണ രീതിയിൽ യുഡോറിന എന്ന് പറയുന്ന ഒരു ആൽഗയിലാണ്. യുഡോറിന അനൈസോഗമിയാണ് ഷോ ചെയ്യുന്നത്. ഇനി ഊഗമി ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഇസ് സീൻ ഇൻ വോൾവോക്സ്, ഫ്യൂക്കസ്. ഇതിലൊക്കെ എന്താണ്? ഊഗമി ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് പ്രസൻറ്റ്. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ വി ക്യാൻ സീ ഇൻ ദ കേസ് ഓഫ് ആൽഗെ. ഇനി നമുക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസ്, ആൽഗേൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസിനെ പറ്റി എന്താണെന്ന് നോക്കാം. സാധാരണ രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സഡ് ബൈ ആൽഗെ എന്നുള്ളതാണ്. നമ്മളുടെ ഇവിടെ കാണപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോട്ടോസിന്തസിസ് നടക്കുക. ഇവിടെയുള്ള ഫോട്ടോസിന്തസിസ് നടക്കുന്നതിൽ ഒരു 1/2% ഓഫ് ഫോട്ടോസിന്തസിസും നടത്തുന്നത് ആരാണ്? ആൽഗകളാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസിലൂടെ ഇവോൾവ് ആകുന്ന ഓക്സിജൻ, അപ്പോൾ ഓക്സിജൻ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നത്, ഫോട്ടോസിന്തസിസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ആൽഗകളാണ്. ഇത് കൂടാതെ പല ഓൾമോസ്റ്റ് ഒരു 70 ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് മറൈൻ ആൽഗെ ആർ യൂസ്ഡ് ആസ് ദി ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായിട്ട് പോർഫൈറ, ലാമിനാരിയ, സർഗാസം മുതലായവയെല്ലാം ഫുഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി അഗർ നമുക്ക് കിട്ടും. അഗർ കിട്ടുന്നത് ഒരു റെഡ് ആൽഗ, ജെലീഡിയം, ഗ്രാസിലേറിയ, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് അഗർ കിട്ടുക. ആൽജിൻ എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അത് നമുക്ക് ബ്രൗൺ ആൽഗയിൽ നിന്ന് കിട്ടും. ഇനി കെരാജീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. അതും ഇതുപോലെ ഒരു എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. അത് നമുക്ക് കിട്ടുന്നത് നമ്മളുടെ റെഡ് ആൽഗയിൽ നിന്നാണ്. അതുകൊണ്ട് ആൽഗകളിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒരു ഫൈക്കോകൊളോയിഡ്സ്, അതായത് വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസുകൾ, അതുപോലെ ജെല്ലി, ഐസ്ക്രീം, പോളിഷസിലൊക്കെ യൂസ് ചെയ്യാവുന്ന ചില സബ്സ്റ്റൻസുകളെല്ലാം നമുക്ക് ആൽഗകളിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യാവുന്നതാണ്. ഈ അഗർ എന്നൊക്കെ പറഞ്ഞ കോമ്പൗണ്ട് മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ ഗ്രോ ചെയ്യാനുള്ള ഒരു ന്യൂട്രിയൻ റിച്ച് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്ന കോമ്പൗണ്ടാണ്. അതൊക്കെ വളരെ നമുക്ക് ഉപകാരപ്രദമാണ്. നമ്മൾ റിസർച്ച് ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതെല്ലാം നമുക്ക് കിട്ടുന്നത് ആൽഗകളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ആൽഗകളെ കാണിച്ചു തരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ആൽഗേൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. സർഗാസം ഒരു ബ്രൗൺ ആൽഗയാണ്. ഇത് കണ്ടോ, ലാമിനേരിയ, അതുപോലെ പോർഫൈറ, കണ്ടോ പോർഫൈറയാണിത്. ജെലീഡിയം, അഗറൊക്കെ കിട്ടുന്നതാണ്. ഗ്രാസിലേറിയ, ജെലീഡിയത്തിൽ നിന്നൊക്കെയാണ് നമുക്ക് അഗർ കിട്ടുക. അപ്പോൾ ഈ ഓർഗാനിസത്തിൻ്റെ ഒക്കെ സ്ട്രക്ചേഴ്സ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇത് കണ്ടോ, ഇത് സ്പൈറോഗൈറ, അതൊരു ഫിലമെൻ്റസ് ആയിട്ടുള്ള ആൽഗയാണ്. ഇതും അതേ ഒരു ഫിലമെൻ്റസ് ആയിട്ടുള്ള ആൽഗയാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മളുടെ ഐസോഗമി നമ്മളുടെ ഇത് ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള സ്പോസുകളാണല്ലോ. ഫ്ലജലേറ്റഡ് സിമിലർ ആയിട്ടുള്ള സ്പോസുകൾ എവിടെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്? എവിടെയായിരുന്നു? യുളോത്രിക്സിൽ പഠിച്ചു അല്ലേ? ഇതാണ് യുളോത്രിക്സിൻ്റെ ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള സ്പോസുകൾ. ഇത് രണ്ടും വ്യത്യാസമാണ് അല്ലേ? ഇത് നോക്കിയാൽ മെയിൽ ഗാമെറ്റും ഫീമെയിൽ ഗാമെറ്റും. ഇത് കാണപ്പെടുന്നത് അനൈസോഗമിയാണ്. യുഡോറിന സ്പീഷ്യസിലാണ് കാണുന്നത്. ഫ്യൂക്കസ് അതുപോലെ വോൾവോക്സിലൊക്കെ ഊഗാമസ് ആണ്. എഗ്ഗ് വളരെ വലുതും
നോൺ മോട്ടൈലും സ്പേം വളരെ ചെറുതും മോട്ടൈലും. സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൽഗകൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇവിടെയും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൽഗകളുടെ ഡയഗ്രാംസ് കാണാം. ഇത് ലൈക്കനാണ്, ആൽഗെ ഫംഗി അസോസിയേഷൻ. ഇത് നമ്മുടെ സ്ലോത്ത് ബിയർ ആണ്. ഒരു സിംബിയോട്ടിക് അസോസിയേഷനിലൂടെ സ്ലോത്ത് ബിയറും അതുപോലെ തന്നെ ട്രൈക്കോഫിലസ് വെൽക്കേരി എന്ന് പറയുന്ന ഒരു ആൽഗയും കൂടെ ഒരുമിച്ച് താമസിക്കുന്നതിനാണ് സ്ലോത്ത് ബിയറിൽ കാണുന്നത്. അതും ഒരു സിംബിയോട്ടിക് അസോസിയേഷനാണ്, ജസ്റ്റ് ലൈക്ക് ലൈക്കൻ. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ആൽഗേസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിലേക്ക് പോകാം. സോ ബേസ്ഡ് ഓൺ ദി സെൽ വോൾ സ്ട്രക്ചർ, അതുപോലെ ടൈപ്പ് ഓഫ് പിഗ്മെൻറ്റ്സ്, സ്റ്റോർഡ് ഫുഡ്, ഇതിൻ്റെ എല്ലാം ബേസിൽ വി ക്യാൻ ക്ലാസിഫൈ ദിസ് ആൽഗേ ഇൻ ടു മെയിൻലി 3 ഗ്രൂപ്പ്സ്: ക്ലോറോഫൈസേ, ഫയോഫൈസേ ആൻഡ് റോഡോഫൈസേ. ക്ലോറോഫൈസേ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൽഗേ, ഫയോഫൈസേ ബ്രൗൺ ആൽഗയാണ്, റോഡോഫൈസേ റെഡ് ആൽഗയാണ്. ഇനി ഈ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽഗേസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ സെൽ വോള്, ഏതാണ് അവരുടെ സ്റ്റോർഡ് ഫുഡ്, അതുപോലെ അവരുടെ പിഗ്മെൻറ്റ്സ് ഏതെല്ലാമാണ്, അവരുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫസ്റ്റ് ക്ലോറോഫൈസയാണ്. ക്ലോറോഫൈസേ ഗ്രീൻ ആൽഗേ. ഗ്രീൻ ആൽഗേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഗ്രീൻ കളറാണ്. ഗ്രീൻ കളറിന് കാരണം അവരുടെ പിഗ്മെൻ്റ് ആണ്. മെയിനായിട്ടും അവരുടെ ഉള്ളിലുള്ള പിഗ്മെൻറ്റ് ക്ലോറോഫിൽ എ ആൻഡ് ബി ആണ്. ഈ ഗ്രീൻ ആൽഗയെ പറ്റി പറയുകയാണെങ്കിൽ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആൽഗയാണ്. വി ആർ കൺസിഡറിങ് ദിസ് ആൽഗെ ആസ് ദി ആൻസസ്റ്റർ ഓഫ് മോഡേൺ പ്ലാന്റ്. മോഡേൺ പ്ലാന്റ് ഇപ്പോൾ കാണപ്പെടുന്ന ആൻജിയോസ്പോംസിൻ്റെയും ഇപ്പോൾ കാണപ്പെടുന്ന പ്ലാന്റിൻ്റെയും ഒക്കെ ആൻസസ്റ്റേഴ്സായിട്ട്, ഹയർ പ്ലാന്റ്സിൻ്റെ ആൻസസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യുന്ന ഓർഗാനിസമാണ് നമ്മുടെ ഗ്രീൻ ആൽഗെ. ആൻഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആൽഗയാണ്. ബിക്കോസ് ഹയർ പ്ലാന്റ്സിലുള്ള പിഗ്മെൻറ്റ്സുകളാണ് അവരുടെ ഈ ഗ്രീൻ ആൽഗയിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൽഗെ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കോസ്മോപൊളിറ്റൻ ഇൻ നേച്ചർ, എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു നേച്ചറാണ്. ഇതിൽ യൂണിസെല്ലുലാർ മോട്ടൈൽ ഫോംസ് ഉണ്ട്. എക്സാമ്പിൾ ഓഫ് യൂണിസെല്ലുലാർ മോട്ടൈൽ ഫോം ഈസ് ക്ലമൈഡോമോണസ്. യൂണിസെല്ലുലാർ നോൺ മോട്ടൈൽ ഫോംസ് ഉണ്ട്, അതാണ് ക്ലോറല്ല. അതുപോലെ ലാർജസ്റ്റ് യൂണിസെല്ലുലാർ പ്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അംബ്രല്ല പ്ലാന്റ്. എന്താണത്? അസറ്റാബുലേറിയ. അതുപോലെ മോട്ടൈൽ ആയിട്ടുള്ള കൊളോണിയൽ ഫോം വോൾവോക്സ്. മൾട്ടി സെല്ലുലാർ ഫിലമെൻറ്റസ് ഫോം യുളോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ. അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ താലോയിഡ് നേച്ചറിലുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മളുടെ അൾവ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. സീലെറ്റൂസ് എന്നാണ് അതിനെ പറയുന്നത്. സോ ഇതെല്ലാം ഈ ഗ്രീൻ ആൽഗയിലുള്ള മെമ്പേഴ്സാണ്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മെമ്പേഴ്സ്, ഡിഫറെൻറ്റ് കോസ്മോപൊളിറ്റനായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ഗ്രീൻ ആൽഗെ. സാധാരണയായിട്ട് ഫ്രഷ് വാട്ടറിൽ കാണപ്പെടും. അതുപോലെ ചില മെമ്പേഴ്സ് മറൈൻ വാട്ടറിൽ കാണപ്പെടാറുണ്ട്. കൂടുതലും ഫ്രഷ് വാട്ടറിലാണ് കാണപ്പെടുന്നത്. ഗ്രാസ് ഗ്രീൻ കളറാണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദെയർ പിഗ്മെൻറ്റ് ക്ലോറോഫിൽ എ ആൻഡ് ബി ഇൻ ക്ലോറോപ്ലാസ്റ്റ്. അതുപോലെ കരോട്ടിനോയിഡ്സ് വളരെ ലൈറ്റായിട്ട് കാണപ്പെടും. എന്നാലും കൂടുതലും ക്ലോറോഫിൽ എയും ബിയുമാണ് കാണപ്പെടുന്നത്. ക്ലോറോപ്ലാസ്റ്റ്, അതായത് ഈ സാധാരണ ഈ ഗ്രീൻ ആൽഗയിൽ ഒരു ക്ലോറോപ്ലാസ്റ്റ് കാണാറുണ്ട്. ഒരു സെല്ലിൽ ഒരു ക്ലോറോപ്ലാസ്റ്റാണ് യൂഷ്വലായിട്ട് കാണപ്പെടുന്നത്. പക്ഷേ ഈ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ക്ലോറോപ്ലാസ്റ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ക്ലോറോപ്ലാസ്റ്റാണ് ഓരോ ഗ്രീൻ ആൽഗയിലും കാണപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ആൽഗകളാണ് ക്ലോറോഫൈസയിലുള്ള ചില മെമ്പേഴ്സാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ കൊളോണിയലായിട്ട് വോൾവോക്സുകൾ കാണാം. ഇത് കണ്ടോ, ഇതൊക്കെ ഫിലമെൻറ്റസ് നേച്ചറിലുള്ള ആൽഗകളാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇത് കണ്ടോ, ക്ലമൈഡോമോണസ് പോലെയുള്ള ഓർഗാനിസംസ് ഉണ്ട്. ഇതിലുള്ള ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ക്ലോറോപ്ലാസ്റ്റുകളാണ് കാണപ്പെടുന്നത്. ക്ലമൈഡോമോണസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് സ്പീഷീസുകളിൽ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ക്ലോറോപ്ലാസ്റ്റുകൾ നമുക്ക് കാണാം. ഇത് കൂടാതെ ഗ്രീൻ ആൽഗയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ ആൽഗയിലെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടും അതുപോലെ ഔട്ടറായിട്ട് പെക്റ്റിൻ ലെയർ കൊണ്ടും ഉണ്ടാകും. സെല്ലുലോസും പെക്ടോസും കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ക്ലോറോഫൈസേ എന്ന് പറയുന്നത്. അതുപോലെ ഇതിന് സ്റ്റോർഡ് ഫുഡായിട്ട് ക്ലോറോപ്ലാസ്റ്റിൻ്റെ കൂടെ തന്നെ, ക്ലോറോപ്ലാസ്റ്റ് അല്ലാതെ നമുക്കൊരു പൈരിനോയിഡ് എന്ന് പറയുന്ന ഒരു സംഭവം കാണപ്പെടും. ഈ പൈരിനോയിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് ആണല്ലോ. സാധാരണ പ്ലാന്റ്സിന് സ്റ്റാർച്ചാണ് സ്റ്റോർഡ് ഫുഡായിട്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ ക്ലോറോഫൈസയിൽ സ്റ്റാർച്ചാണ് സ്റ്റോർഡ് ഫുഡ്. പക്ഷേ ഇവിടെ സ്റ്റാർച്ചിൻ്റെ കൂടെ പ്രോട്ടീൻസും കൂടെ കാണപ്പെടും. അങ്ങനെയുള്ളൊരു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് പൈരിനോയിഡ് എന്നാണ് പറയുക. സോ പൈരിനോയിഡ് കണ്ടെയ്നിങ് എന്താണ്? പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച്.
അത് നമ്മളുടെ ക്ലോറോഫൈസിയ മെമ്പേഴ്സിലുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇനി ക്ലോറോഫൈസിയയിൽ ഇത് ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ക്ലോറോപ്ലാസ്റ്റ് കാണുമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നോക്കിക്കുക, ഡിഫറെൻറ്റ് ഷേപ്പിൽ ഏതൊക്കെ ക്ലോറോപ്ലാസ്റ്റ്, ഏതൊക്കെ ഓർഗാനിസംസിന് ഏതൊക്കെയാണ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുകൊണ്ട് കപ്പ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് യൂഷ്വലായിട്ട് സാധാരണ നമ്മളുടെ ക്ലമൈഡോമോണസിൽ, ഞാൻ നേരത്തെ ക്ലമൈഡോമോണസിൻ്റെ ഡിഫറെൻറ്റ് സ്പീഷീസുകളിൽ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ക്ലോറോപ്ലാസ്റ്റ് കാണിച്ചു തന്നു. എന്നാലും ജനറലായിട്ട് നമ്മൾ ക്ലമൈഡോമോണസിലൊക്കെ കപ്പ് ഷേപ്പിലായിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റാണ് കാണപ്പെടുന്നത്. സ്റ്റാർ ഷേപ്പായിട്ട് ക്ലോറോപ്ലാസ്റ്റ് കാണുന്ന ഒരു ഗ്രീൻ ആൽഗിയാണ് സൈനിമ എന്ന് പറയുന്ന ഗ്രീൻ ആൽഗി. റിബൺ ഷേപ്പിലുള്ള ക്ലോറോപ്ലാസ്റ്റ് ആണ്, റിബൺ ഷേപ്പിലുള്ള ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ സ്പൈരൽ ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്ന ഒരു ഓർഗാനിസമാണ് സ്പൈറോഗൈറ. അതുപോലെ സ്പൈരൽ അല്ലെങ്കിൽ റിബൺ ഷേപ്പ്, രണ്ട് റിബൺ ഷേപ്പ് ഓർ സ്പൈരൽ കാണപ്പെടുന്നതാണ് സ്പൈറോഗൈറ. ഗേർഡിൽ ഷേപ്പ് കാണപ്പെടുന്ന ഗേർഡിൽ ഷേപ്പായിട്ട് ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്ന ഒരു ഓർഗാനിസമാണ് യുളോത്രിക്സ് എന്ന് പറയുന്ന ഓർഗാനിസം. നെറ്റ് ലൈക്കായിട്ട്, നെറ്റ്വർക്ക് പോലെ റെറ്റിക്കുലേറ്റ് ആയിട്ട് കാണപ്പെടുന്ന ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഉഡോഗോണിയം എന്ന് പറയുന്ന പ്ലാന്റ്. ഇനി ഡിസ്കോയിഡ് ആയിട്ട് ബ്രയോപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ആൽഗയിൽ ഡിസ്കോയിഡ് ക്ലോറോപ്ലാസ്റ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. സോ ക്ലോറോപ്ലാസ്റ്റിൽ തന്നെ ഡിഫറെൻറ്റ് ഷേപ്പിൽ, ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് ഗ്രീൻ ആൽഗയിൽ കാണപ്പെടും. മോസ്റ്റ് ഓഫ് ദം ഹാവ് വൺ ഓർ മോർ പൈരിനോയിഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സ്റ്റോറേജ് ബോഡിയാണ്. പ്രോട്ടീൻസും അതുപോലെ സ്റ്റാർച്ചും ഒരുമിച്ച് കാണപ്പെടുന്ന ഒരു സ്റ്റോറേജ് ബോഡിയാണ് പൈരിനോയിഡ് എന്ന് പറയുന്നത്. പൈരിനോയിഡ് ഒന്നോ അതിലധികമോ പൈരിനോയിഡ്സ് കാണാറുണ്ട്. സം ആൽഗി സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ്. അത് വളരെ അപൂർവമായിട്ടാണ്. മോസ്റ്റ് ഓഫ് ദി ക്ലോറോഫൈസി സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച് ആയിട്ടാണ് സാധാരണ ക്ലോറോഫൈസി ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദം സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. പിന്നെ ചിലത് ഓയിൽ ഡ്രോപ്ലെറ്റ്സിൽ, വളരെ അപൂർവമായിട്ട് ഓയിൽ ഡ്രോപ്ലെറ്റ്സിൽ കാണപ്പെടാറുണ്ട്. Their cell wall is very rigid, which is made up of cellulose and outer layer of pectose. പെക്ടോസും സെല്ലുലോസും കൊണ്ടുമാണ് സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ സെൽ വോളിൻ്റെ സ്ട്രക്ചർ പഠിച്ചു, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പഠിച്ചു, അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പുകൾ പഠിച്ചു, അതുപോലെ പൈരിനോയിഡ്സ് പഠിച്ചു, സ്റ്റോർഡ് ഫുഡ് പഠിച്ചു. ഇനി നമുക്ക് അതിൻ്റെ റീപ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫ്രാഗ്മെൻറ്റേഷൻ വഴി റീപ്രൊഡക്ഷൻ നടക്കാറുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ സൂസ്പോറുകൾ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ സൂസ്പോസുകളാണ് ഉണ്ടാകുക. സൂസ്പോസുകൾ സാധാരണ രീതിയിൽ സൂസ്പൊറാഞ്ചിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലാണ് ഉണ്ടാകുക. ഇതെല്ലാം നമ്മളന്ന് ഫംഗസ് പഠിച്ചപ്പോൾ പഠിച്ചതാണ് അല്ലേ. സ്പൊറാഞ്ചിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ് സ്പോസുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ സ്പൊറാഞ്ചിയോസ്പോസ് എന്ന് പറയും. സ്പൊറാഞ്ചിയോസ്പോസ് 2 ടൈപ്സ് ഉണ്ട്, സൂസ്പോ ആൻഡ് അപ്ലാനോസ്പോ. സൂസ്പോസ് ആദി മോട്ടൈൽ സ്പോ, അപ്ലാനോസ്പോസ് ആദി നോൺ മോട്ടൈൽ സ്പോസ് എന്ന് പഠിച്ചിട്ടില്ലേ. സൂസ്പോസ് എന്ന് ഉണ്ടാകുന്നത് സൂസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ്. ദേ ആർ ഹാവിങ് ഫ്ലജല്ല ആൻഡ് സീ ദ നമ്പർ ഓഫ് ഫ്ലജല്ല 2 to 8 ഫ്ലജല്ല കാണാം. ഓരോ സ്പോസിനും 2 മുതൽ 8 വരെ ഡിഫറെൻറ്റ് സ്പീഷീസിൽ അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാലും 2 to 8 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലജല്ലാസ് ആർ പ്രസൻറ്റ് ഇൻ സ്പോസ്. അതുപോലെ ഇത് ഫേവറബിൾ കണ്ടീഷനിലാണ് ഈ സൂസ്പോസുകൾ കാണാം. അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈപ്നോസ്പോർ എന്ന് പറയുന്ന ഒരു സ്പോസ് ഉണ്ടാകാം, അതുപോലെ അക്കൈനറ്റ് എന്ന് പറയുന്ന സ്പോസ് ഉണ്ടാകാം, പിന്നെ അപ്ലാനോസ്പോസും ഉണ്ടാകാം. ഇതെല്ലാം നോൺ മോട്ടൈൽ സ്പോസുകളാണ്. ഇതെല്ലാം നമുക്ക് ഗ്രീൻ ആൽഗയിൽ കാണപ്പെടും. പിന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഐസോഗമി ഉണ്ട്, അനൈസോഗമി ഉണ്ട്, ഊഗമി ഉണ്ട്. ഇതിൽ ഐസോഗമി സിമിലർ ആയിട്ടുള്ള ഗ്യാമീറ്റുകളുടെ ഫ്യൂഷനാണ് എന്ന് പറഞ്ഞു. സിമിലർ ഫ്ലജലേറ്റഡ് ഗ്യാമീറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ യുളോത്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സിമിലർ നോൺ ഫ്ലജലേറ്റഡ് സ്പോസ് ആർ പ്രസൻറ്റ് ഇൻ എവിടെയാണ്, സ്പൈറോഗൈറ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ അനൈസോഗമിയിൽ യുഡോറിന, അനൈസോഗമിയിലൂടെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതുപോലെ വോൾവോക്സ് ഊഗമിയിലൂടെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു. ക്യാര എഗെയിൻ ഊഗമിയിലൂടെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു. ക്യാര ഒരു സ്പെഷ്യൽ ആൽഗിയാണ്, സ്പെഷ്യൽ ഗ്രീൻ ആൽഗിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. എക്കണോമിക് ഇമ്പോർട്ടൻസിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം നമ്മളുടെ ക്ലോറല്ലയെ പറ്റിയിട്ടാണ്. ക്ലോറല്ല സ്പേസ് റിസർച്ചേഴ്സിനൊക്കെ ഫുഡായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ആൽഗിയാണ്.
കാരണം ഇതിൻ്റെ ഹൈ പ്രോട്ടീനേഷ്യസ് കണ്ടൻ്റാണ്. ഇതിൻ്റെ സെല്ലിൽ ഹൈ പ്രോട്ടീൻ ഉള്ള ഒരു സെല്ലാണ്. അതുകൊണ്ട് തന്നെ സ്പേസ് റിസർച്ചേഴ്സ് ഓക്സിജൻ സോഴ്സായിട്ടും അതുപോലെ ഈ പ്രോട്ടീൻ ഫുഡായിട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ആൽഗയാണ് നമ്മളുടെ ക്ലോറല്ല. അതേപോലെ തന്നെ വേറെയും ചില മെമ്പേഴ്സ് ക്ലോറോഫേസിലെ വേറെയും ചില മെമ്പേഴ്സ് സിംഗിൾ സെൽ പ്രോട്ടീനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സിംഗിൾ സെല്ലാണെങ്കിൽ തന്നെയും റിച്ച് ഇൻ പ്രോട്ടീൻ. അപ്പോൾ അങ്ങനെയുള്ള സിംഗിൾ സെൽ പ്രോട്ടീനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉള്ളൊരു ഗ്രൂപ്പാണ് ക്ലോറോഫൈസി. ഇതുകൂടാതെ ക്ലോറെല്ലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് നമ്മുടെ ക്ലോറെല്ലിൽ നിന്നും കിട്ടുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ്. ചില അൾവ, കോഡിയം മുതലായ ചില ഈ ആൽഗകൾ നമ്മളിങ്ങനെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, വെജിറ്റബിളായിട്ടും അതുപോലെ സാലഡിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ നെയിംസ് ഉണ്ട്. ആദ്യം തന്നെ സ്പെഷ്യൽ നെയിംസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിലില്ലാത്ത ഒരു കാര്യമാണ് അസറ്റാബുലേറിയ അല്ലേ. അസറ്റാബുലേറിയ അംബ്രല്ല പ്ലാന്റ് സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ആൽഗയാണ്. അംബ്രല്ല പ്ലാന്റ് ലാർജസ്റ്റ് സിംഗിൾ സെല്ലുലാർ ആൽഗെ. സോ സീ ലെറ്റ്യൂസ് അൾവ എന്ന് പറയുന്ന ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഒരു ഇതാണ് അൾവ എന്ന് പറയുന്നത്. ഒരു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഫിലമെൻറ്റസ് നല്ല മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ആൽഗയാണ്. തലോയിഡായിട്ട് വളരുന്ന ഒരു ആൽഗയാണ് അൾവ എന്ന് പറയുന്നത്. സീ ലെറ്റ്യൂസ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. പോണ്ട് സിൽക്ക് സ്പൈറോഗൈറ ഫിലമെൻറ്റസ് ആയിട്ടുള്ള സ്പൈറൽ ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ള ഒരു ആൽഗയാണ് സ്പൈറോഗൈറ. നെക്സ്റ്റ് പോണ്ട് വൂൾ എന്ന് പറയുന്ന യുളോത്രിക്സും അതുപോലെ ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഒരു ആൽഗയാണ്. പോണ്ട് വൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇത്രയുമാണ് നമ്മുടെ ക്ലോറോഫൈസിൻ്റെ കാര്യം. ഇനി ക്ലോറോഫൈസിലുള്ള ഒരു മെമ്പറായിട്ടുള്ള സ്പൈറോഗൈറ ഒരു സ്പെഷ്യൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. അതാണ് കോൺജുഗേഷനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ഇൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓൾസോ we have discussed a little bit about bacterial conjugations, right? So ആ ടൈപ്പ് കോൺജുഗേഷൻ പോലെ അതേപോലെ തന്നെയുള്ള ഒരു മെത്തേഡിലാണ് ഈ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് Spirogyra, suppose this is one Spirogyra. Spirogyra ഒരു filamentous ആയിട്ടുള്ള ആൽഗയാണെന്ന് അറിയാലോ അല്ലേ. So this is Spirogyra, one filament, and this is another filament of Spirogyra. Suppose this filament is acting as the male filament and this filament is acting as the female filament. So this male filament and female filament, this male gamete will move through the conjugation tube. This is called a conjugation tube, and male gamete are moving through the conjugation tube and fuses with the female gamete and form a diploid spore, zygospore എന്ന് പറയും. സോ ഈ സ്പോർ ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. സോ കോൺജുഗേഷൻ ഇൻവോൾവ് ദ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കോൺജുഗേഷൻ ട്യൂബ്. കോൺജുഗേഷൻ ട്യൂബിൻ്റെ സഹായത്തോടെ ഫ്യൂഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് കോൺജുഗേഷൻ. മനസ്സിലായല്ലോ. ഇനി സ്പൈറോഗൈറയിൽ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കോൺജുഗേഷൻ നടക്കുന്നുണ്ട്. സ്കാലറിഫോം കോൺജുഗേഷൻ, the most common type of conjugation that happens in the case of Spirogyra, and the second one is lateral conjugation. So these are two type of conjugation that's happening in the case of Spirogyra. So in the case of scalariform conjugation, it requires the association of two or more filaments. ഇതൊരു ഫിലമെൻ്റ് ആണ്, ഇതൊരു ഫിലമെൻ്റ് ആണ്, lined side by side either parallelly or through their length. One cell reach from opposite lined filament emit a tubular protuberances known as the conjugation tube, which elongate and fuse to make the passage called conjugation canal. ഇത് കണ്ടോ, ഇവിടെ നിന്നൊരു ട്യൂബ് പോലൊരു സ്ട്രക്ചർ ഈ ഫിലമെൻറ്റിലേക്ക് നീണ്ടു വരുന്നു. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺജുഗേഷൻ ട്യൂബ് എന്ന് പറയും. ഈ കോൺജുഗേഷൻ ട്യൂബിൻ്റെ ഉള്ളിലൂടെയാണ് മെയിൽ ഗാമെറ്റ് ഫീമെയിൽ ഗാമെറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. ഈ ടൈപ്പ് കോൺജുഗേഷനെയാണ് നമ്മൾ സ്കാലറിഫോം കോൺജുഗേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോൺജുഗേഷനാണ് ലാറ്ററൽ കോൺജുഗേഷൻ എന്ന് പറയും. സോ ലാറ്ററൽ കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺജുഗേഷൻ ഹാപ്പൻസ് ഇങ്ങനെയാണ്. സപ്പോസ് ഇതാണ് നമ്മളുടെ സ്പൈറോഗൈറൻ്റെ ഫിലമെൻ്റ് എന്ന് വിചാരിച്ചോ. ഇതാണ് സ്പൈറോഗൈറൻ്റെ ഫിലമെൻ്റ് സ്പൈറോഗൈറ എന്ന് പറഞ്ഞാൽ ഇതൊരു സെല്ലാണ്. ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് സെല്ലുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. സപ്പോസ് ഒരേ ഫിലമെൻറ്റിൻ്റെ ഉള്ളിലുള്ള ഈ സെൽ മെയിൽ സെല്ലായിട്ട് ആക്ട് ചെയ്യുകയാണ്, ആൻഡ് ദിസ് സെൽ വിൽ ബി ആക്ടിങ് ആസ് എ ഫീമെയിൽ സെൽ. ഫ്രം ദിസ് സെൽ ടു ദിസ് സെൽ എ കോൺജുഗേഷൻ ട്യൂബ് ഡെവലപ്സ് ആൻഡ്
ഫ്യൂഷൻ ഒക്കേഴ്സ്. ഇതേപോലുള്ള കോൺജുഗേഷനെ നമ്മൾ പറയുന്ന പേരാണ് ലാറ്ററൽ കോൺജുഗേഷൻ എന്ന് പറയും. സോ രണ്ട് ഓപ്പോസിറ്റ് ഫിലമെൻറ്റിൻ്റെ ഇടയിലാണ് കോൺജുഗേഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്കലറി ഫോം കോൺജുഗേഷൻ എന്ന് പറയും. അത് കോമൺ ആയിട്ടുള്ള കോൺജുഗേഷൻ ആണ്. ആൻഡ് ഒരേ ഫിലമെൻറ്റിൻ്റെ ഉള്ളിലുള്ള ഡിഫറെൻറ്റ് സെൽസുകളുടെ ഇടയിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ലാറ്ററൽ കോൺജുഗേഷൻ എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ലാറ്ററൽ കോൺജുഗേഷൻ്റെയും സ്കലറി ഫോം കോൺജുഗേഷൻ്റെയും ഡയഗ്രംസ് ആണ്. ഇത് കാണുന്നുണ്ടല്ലോ ലാറ്ററൽ കോൺജുഗേഷൻ. ഇത് കണ്ടോ കോൺജുഗേഷൻ ട്യൂബുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കോൺജുഗേഷൻ കനാൽസ് ഉണ്ടാക്കുന്നു. This male gamete moving through the conjugation tube into the female gametes and fusing. So this type of conjugation is called lateral conjugation. And ഇവിടെ കാണുന്നുണ്ടല്ലോ രണ്ട് ഫിലമെൻ്റ് അഡ്ജസൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് നിന്നതിന് ശേഷം കോൺജുഗേഷൻ ട്യൂബ് ഉണ്ടാക്കുന്നു, കോൺജുഗേഷൻ നടക്കുന്നു. ഈ ടൈപ്പ് ഓഫ് കോൺജുഗേഷനെ പറയുന്ന പേരാണ് സ്കലറി ഫോം കോൺജുഗേഷൻ. സോ ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനും നമ്മുടെ സ്പൈറോഗൈറയിൽ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫയോഫൈസിയനെ പറ്റിയിട്ടാണ്. ഫയോഫൈസി എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആൽഗേ. ഇപ്പോൾ സീവീഡ് എന്നൊക്കെ പറയൂ കേട്ടോ. ബ്രൗൺ ആൽഗേ അല്ലെങ്കിൽ സീവീഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, ചീവീഡ് അല്ല, സീവീഡ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഫയോഫൈസിയനെ പറ്റിയിട്ടാണ്. സോ ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങളുടെ ഡിഫറെൻറ്റ് ബ്രൗൺ ആൽഗയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ബ്രൗൺ ആൽഗ എന്ന് പറയുമ്പോൾ ഒലീവ് ഗ്രീൻ ടു ബ്രൗൺ കളർ ആ ഒരു വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. പിഗ്മെൻസുകളുടെ ഏറ്റക്കുറച്ചിൽ കാരണമാണ് ആ വേരിയേഷൻസ് ഉള്ളത്. ഏതൊക്കെ പിഗ്മെൻസ് ആണുള്ളതെന്നൊക്കെ നമ്മളിനി പറയും. ഇത് കണ്ടോ, ഇതൊരു എക്ടോകാർപ്പസ് എന്ന് പറയുന്ന ഒരു ബ്രൗൺ ആൽഗയാണ്. കെൽപ്പ് ലാർജസ്റ്റ് ബ്രൗൺ ആൽഗയാണ്. മാക്കോസിസ്റ്റസ് എന്നാണ് പറയുക. ലാർജസ്റ്റ് ഒരു 100 മീറ്ററോളം വളരാൻ പറ്റുന്ന ഹ്യൂജ് ആയിട്ടുള്ള ബ്രൗൺ ആൽഗയാണ് കെൽപ്പ്. ദ ലാർജസ്റ്റ് ബ്രൗൺ ആൽഗയാണ് കെൽപ്പ് അല്ലെങ്കിൽ മാക്കോസിസ്റ്റസ്. ഇതാ സ്പോറോക്നസ് എന്ന് പറയുന്ന ഒരു ബ്രൗൺ ആൽഗയാണ്. ഡിക്റ്റിയോട്ട നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. സർഗാസം, ഗൾഫ് വീഡ് എന്നൊക്കെയാണ് സർഗാസത്തിന് നമ്മൾ പറയാറുള്ളത്. സോ ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബ്രൗൺ ആൽഗകളാണ്. ഇതാണ് ഡിക്റ്റിയോട്ട, സർഗാസം, ഇത് കണ്ടോ, ഇതെല്ലാം ലാമിനേരിയ, ഇതൊക്കെ നമ്മളുടെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബ്രൗൺ ആൽഗകളാണ്. ഇനി ബ്രൗൺ ആൽഗേൻ്റെ സ്പെഷ്യാലിറ്റീസിലേക്ക് പോവുകയാണെങ്കിൽ മോസ്റ്റ്ലി മറൈൻ ഫോംസ് ആണുള്ളത്. മോസ്റ്റ്ലി മറൈൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഫോംസും മറൈനാണ്. പിന്നെ അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ഫോംസ് ആണ് ഉള്ളത്. മൾട്ടി സെല്ലുലാർ ആണ്, യൂണിസെല്ലുലാർ ഫോംസ് ഇല്ല എന്ന് തന്നെ പറയാം. മൾട്ടി സെല്ലുലാർ ഫോംസ് ആണ് കൂടുതലായിട്ടുള്ളത്. ഒരുപാട് സൈസിലൊക്കെ ഒരുപാട് വേരിയേഷൻസ് കാണിക്കുന്നുണ്ടാകും. സിമ്പിളായിട്ടുള്ള ബ്രാഞ്ചഡ് ഫോംസ് ഉണ്ട്. സിമ്പിൾ ബ്രാഞ്ചഡ് ഫോംസ് എന്ന് പറഞ്ഞാൽ എക്ടോകാർപ്പസ് ഒരു സിമ്പിളായിട്ടുള്ള ബ്രാഞ്ചഡ് ഫിലമെൻറ്റസ് ഫോംസ് ആണ്. അതുപോലെ തന്നെ പ്രൊഫ്യൂസ്ലി ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഫോംസുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കെൽപ്പ് എന്ന് പറയുന്ന ഒരു മാക്കോസിസ്റ്റസ് അല്ലെങ്കിൽ കെൽപ്പ് എന്ന് പറയുന്ന ബ്രൗൺ ആൽഗ 100 മീറ്ററോളം ലെങ്ത്തുള്ള ഒരു വലിയ ബ്രൗൺ ആൽഗയാണ്. സോ ചെറിയ സിമ്പിളായിട്ടുള്ള ബ്രാഞ്ചഡ് ഫോംസ്, അതാണ് എക്ടോകാർപ്പസ് ടു പ്രൊഫ്യൂസ്ലി ബ്രാഞ്ചഡ് ഫോം. അതായത് നമ്മുടെ കെൽപ്പ് പോലെയുള്ള ഫോംസുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ക്ലോറോഫിൽ എ, സി, അതുപോലെ കരോട്ടിനോയിഡ്സും സാന്തോഫിൽസും കാണാൻ പറ്റും. കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടാവുന്ന ഒരു സാന്തോഫിലാണ് ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്നത്. സോ ഫ്യൂക്കോസാന്തിൻ, ക്ലോറോഫിൽ എ, സി, പിന്നെ നമുക്ക് ഫ്യൂക്കോസാന്തിൻ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഫ്യൂക്കോസാന്തിൻ്റെ വേരിയേഷൻസിനനുസരിച്ചിട്ടാണ് ഈ ക്ലോറോഫൈസിലുള്ള ഡിഫറെൻറ്റ് കളർ ചേഞ്ചുകൾ ഉണ്ടാകുന്നത്. സോ അതാണ് ഈ ഒലീവ് ഗ്രീൻ മുതൽ ബ്രൗൺ വരെ ആ വേരിയേഷൻസ് ഉള്ളതിന് കാരണം ഫ്യൂക്കോസാന്തിൻ പിഗ്മെൻസിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ്. ഇനി ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഗ്രീൻ ആൽഗേനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് തന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സ്റ്റോർഡ് ഫുഡ്, സെൽ വോൾ കമ്പോണൻസ്, അതുപോലെ പിഗ്മെൻറ്റ്സ് ആണല്ലേ. സോ ഹിയർ ദ സ്റ്റോർഡ് ഫുഡ് ഈസ് ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. ലാമിനാരിൻ അല്ലെങ്കിൽ മാനിറ്റോൾ, ഇതാണ് അവരുടെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത്. അതുപോലെ സെല്ലുലോസിക് സെൽ വോള് കവർ ചെയ്ത് അവർക്കൊരു ആൽഗിൻ ലെയർ കാണാൻ പറ്റും. സോ ബ്രൗൺ ആൽഗെ മെമ്പേഴ്സ് ഹാവ് എ സെല്ലുലോസിക് സെൽ വോൾ കവേർഡ് ബൈ എ ആൽജിൻ ലെയർ കാണാൻ പറ്റും. പ്രോട്ടോപ്ലാസ്റ്റ് കണ്ടെയ്ൻ പ്ലാസ്റ്റിഡ് ഉണ്ട്. പ്ലാസ്റ്റിഡ് എന്താണെന്ന് അറിയാലോ അല്ലേ? ക്ലോറോപ്ലാസ്റ്റുകൾ, ക്രോമോപ്ലാസ്റ്റുകൾ, അതൊക്കെയാണ് പ്ലാസ്റ്റിഡ്. അതുപോലെ സെൻട്രൽ വാക്യൂള് കാണാം, ന്യൂക്ലിയസ് കാണാൻ പറ്റും. സാധാരണ പ്ലാന്റ് ഇതുപോലെ ഒരു പ്ലാസ്റ്റിഡ് ഉണ്ട്, വാക്യൂളുണ്ട്, സെൻട്രൽ ന്യൂക്ലിയസും ഉണ്ട്. സെൻട്രൽ വാക്യൂളും ഉണ്ട്, ന്യൂക്ലിയസും ഉണ്ട്.
പ്ലാന്റ് ബോഡി ഈസ് അറ്റാച്ച്ഡ് ടു സബ്സ്ട്രേറ്റും. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് കുറച്ചുകൂടെ ഒരു ഗ്രീൻ ആൽഗെ, ചില യൂണിസെല്ലർ ആൽഗയുള്ള കുറച്ചുകൂടെ ഒരു പ്രൊഫ്യൂസ്ലി ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഫോംസ് ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഇവർ ഏതെങ്കിലും സബ്സ്ട്രേറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ഹോൾ ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സബ്സ്റ്റൻസ് കൊണ്ടാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ, ഇറ്റ് അറ്റാച്ച് ടു സബ്സ്ട്രേറ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹോൾ ഫാസ്റ്റ്. ഹോൾ ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു റൂട്ടിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ടിഷ്യൂസ് കൊണ്ടാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഹോൾ ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്യൂബുലാറായിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. വാട്ടർ ഫുഡ് കണ്ടക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. നമ്മൾ ഈ സീവ് ട്യൂബുകൾക്കൊക്കെ സീവ് ട്യൂബുകളുടെ ഒക്കെ ഫങ്ഷൻ ചെയ്യുന്നത് പോലെയുള്ള ഒരു സ്ട്രക്ചർ, അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റൈപ്പ് എന്ന് പറയും. സോ അറ്റാച്ച് ചെയ്യുന്നത് ഹോൾ ഫാസ്റ്റ് കൊണ്ടാണ്. പിന്നെ ഒരു ട്യൂബുലാർ സ്ട്രക്ചറിനെ കാണാൻ പറ്റും, അതിന് നമ്മൾ സ്റ്റൈപ്പ് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ലീഫ് ലൈക്ക് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗൻ ഉണ്ട്, ഇതിന് നമ്മൾ ഫ്രോണ്ട് അല്ലെങ്കിൽ ലാമിന എന്നാണ് പറയുന്നത്. So here we can see in brown algae different type of tissues അല്ലെങ്കിൽ organs എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. Hold fast which is used for attaching the substratum, stipe is used for conducting, and frond is the organ which is a photosynthetic organ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലാമിനാരിയേൻ്റെ ഡയഗ്രമാണ്. നിങ്ങൾ ഈ ഡയഗ്രം ഏത് ആൽഗേൻ്റെ ആണെന്നൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഡയഗ്രം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, എന്നാൽ മാത്രമേ നമുക്കിതിന് ആൻസർ ചെയ്യാൻ പറ്റൂ. ദിസ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് ലാമിനാരിയ ആൻഡ് ഹിയർ ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് ഫ്യൂക്കസ് ആൻഡ് ദിസ് ഈസ് ഡിക്റ്റിയോട്ട. ഇൻ ഓൾ ദി സ്ട്രക്ചർ യു ക്യാൻ സീ ഹോൾ ഫാസ്റ്റ്, അതുപോലെ സ്റ്റൈപ്പ് ആൻഡ് ഫോണ്ട്. ഇവിടെ ഒരു എയർ ബ്ലാഡേഴ്സ് കാണപ്പെടും, ഇവിടെയും നമുക്ക് എയർ ബ്ലാഡേഴ്സ് കാണുന്നുണ്ട്. ഹോൾ ഫാസ്റ്റ്, സ്റ്റൈപ്പും അതുപോലെ തന്നെ ഫോണ്ട്, ഈ മൂന്നെണ്ണത്തിലും കാണാം. ലാമിനാരിയ, ഫ്യൂക്കസ് ആൻഡ് ഡിക്റ്റിയോട്ട, ഇതെല്ലാം നമ്മളുടെ ബ്രൗൺ ആൽഗയാണ്. ഇനി ഇത് കണ്ടോ, ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ എങ്ങനെയാണിത് കാണുക എന്നുള്ളതാണ്. ഇത് ഡിക്റ്റിയോട്ടയാണ് നിങ്ങൾക്കിത് കാണാവുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഫ്യൂക്കസ് നിങ്ങൾക്ക് കാണാം. എയർ ബ്ലാഡേഴ്സൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലാമിനാരിയ എയർ, ഈ ലീഫ് പോലുള്ള ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതിനെയാണ് അതിൻ്റെ ഫോണ്ട് അല്ലെങ്കിൽ ലാമിന എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ സാധാരണ ഗ്രീൻ ആൽഗയെ പോലെ അല്ലാതെ കുറച്ചുകൂടി വ്യത്യാസം ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഫുഡ് കോംപ്ലക്സ് ആയിട്ടുള്ള മറ്റേത് സ്റ്റാർച്ച് ആയിരുന്നു, ഇവിടെ ലാമിനാരിൻ അല്ലെങ്കിൽ മാനിറ്റോൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെൽവോൾ അവിടെ സെല്ലുലോസ് പെക്ടോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്, ഇവിടെയാണെങ്കിലോ സെല്ലുലോസ് ആൽജിൻ. ഇനി നമുക്ക് അതിൻ്റെ പിഗ്മെൻസുകൾ ഏതൊക്കെയായിരുന്നു? അവിടെ ക്ലോറോഫിൽ എയും ബിയും ആണെങ്കിൽ ഇവിടെ ഏതായിരുന്നു? ക്ലോറോഫിൽ എയുണ്ട്, അതുപോലെ സി ഉണ്ട്, പിന്നെ എന്താ പറഞ്ഞിരുന്നത്, നമ്മളുടെ ഫ്യൂക്കോസാന്തൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് സാന്തോഫിലാണ് കേട്ടോ. ഫ്യൂക്കോസാന്തൻ അതിൻ്റെ വേരിയേഷൻസിനനുസരിച്ചിട്ടാണ് ആ കളർ ചേഞ്ച് വരുന്നത്. ഒലീവ് ഗ്രീൻ മുതൽ ബ്രൗൺ വരെയാണ് ആ വേരിയേഷൻസ് ഉള്ളത് കേട്ടോ. ഇനി ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ലാമിനാരിൻ മാനിറ്റോളാണ്. ഇതൊക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അല്ലേ. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ അതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് സർഗാസം കേട്ടോ, ഇതാണ് സർഗാസം. നമ്മളതിനെ ഗൾഫ് വീഡ് എന്നാണ് പറയുന്നത്. ഓഷ്യൻസിലൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ്. എക്ടോകാർപ്പസ് ഉണ്ട്. ഇതൊക്കെയാണ്. ഇനി ഇതിൻ്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഫ്രാഗ്മെൻറ്റേഷൻ വഴി റീപ്രൊഡക്ഷൻ നടക്കാം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോർസുകൾ വഴിയാണ്. സൂസ്പോസ് ഇവിടെയും നമുക്ക് കാണാം. സൂസ്പോറാഞ്ചിയൻ്റെ ഉള്ളിലുണ്ടാകുന്ന സ്പോസാണ്. ഇവിടെയും നമുക്ക് സൂസ്പോസ് കാണാം. പക്ഷെ വ്യത്യാസം എന്താണെന്ന് നോക്കൂ, 2 അൺഈക്വൽ ഫ്ലജല്ലയാണ് നമുക്ക് കാണപ്പെടുന്നത് കേട്ടോ. 2 അൺഈക്വൽ ഫ്ലജല്ല ഈസ് പ്രസൻറ്റ് ഇൻ ദ കേസ് ഓഫ് asexual spores in brown algae. അപ്പോൾ 2 അൺഈക്വൽ, മറ്റേത് എത്രയായിരുന്നു? 2 to 8 ഫ്ലജല്ലയായിരുന്നു. ഇവിടെ 2 അൺഈക്വൽ ഫ്ലജല്ലയാണ് കാണപ്പെടുന്നത്. പിയർ ഷേപ്ഡ് സ്പോർസ് ആണ് കാണുക. പിയർ ഷേപ്പിലാണ് സ്പോർ കാണുക. അൺഈക്വൽ ഫ്ലജല്ല 2 എണ്ണമാണ് കാണുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഐസോഗ്യാമസിലൂടെ നടക്കാം ഒരേപോലുള്ള സ്പോർസ്, അനൈസോഗ്യാമസിലൂടെ നടക്കാം മോർഫോളജിക്കലി ഡിസിമിലർ സ്പോർസ്, അതുപോലെ ഊഗാമസിലൂടെ നടക്കാം. ഊഗാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മെയിൽ ഗ്യാമറ്റ് സ്മോൾ മോർട്ടൈൽ, ഫീമെയിൽ ഗ്യാമറ്റ്സ് ലാർജ് ആൻഡ് നോൺ മോർട്ടൈൽ. ആ ടൈപ്പ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാം. ഇതെല്ലാം കാണപ്പെടുന്ന ഏത് ഗ്യാമീറ്റ് ആണെങ്കിലും അതിൽ 2 അൺഈക്വൽ ഫ്ലജല്ലയാണ് കാണുക. പിയർ ഷേപ്ഡ് ആണ് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ അല്ലേ. ഇനി ഇതിലുള്ള സ്പെഷ്യൽ നെയിംസ് ആണ്. ഈ സ്പെഷ്യൽ നെയിംസ് നിങ്ങൾ ഓർത്തിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്, കാരണം ഇടയ്ക്ക് ചോദിക്കാം. ഇതിൽ
പോർട്ടൽസിയ എന്ന് പറയുന്നതിന് സീ പാം എന്നാണ് പറയുന്നത്. ഒരു പാം ലൈക്ക് അപ്പിയറൻസ് ആണ് ഇതിന് കാണപ്പെടുന്നത്, അതുകൊണ്ടാണ് സീ പാം എന്ന് പറയുന്നത്. ഇനി ആൻസൈക്ലോണിമ എന്ന് പറയുന്നത് ഐസ് ബ്ലൂം എന്നാണ് അറിയപ്പെടുന്നത്. മറൈൻ അല്ല, ഐസുകളിൽ ഇത് ബ്ലൂം ആകും, അതായത് കളർ കൊടുക്കും, അതുകൊണ്ടാണ് ഇതിനെ ഐസ് ബ്ലൂംസ് എന്ന് പറയുന്നത്. സർഗാസം ഞാൻ പറഞ്ഞല്ലോ ഗൾഫ് വീഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഗൾഫ് വീഡ് എന്ന് പറയാൻ കാരണം ഇത് നമ്മളുടെ സീലൊക്കെ ആ റീജിയൻസിലുള്ള സീലൊക്കെ റാപ്പിഡായിട്ട് സ്പ്രെഡ് ചെയ്ത് ഫ്ലോട്ടിംഗ് ആയിട്ട് നടക്കുന്ന ഒരു ബ്രൗൺ ആൽഗയാണ്. ലാമിനാരിയ അല്ലെങ്കിൽ കെൽപ്പ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ആൽഗയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡെവിൾസ് ആപ്പൺ എന്നാണ് പറയുന്നത്. ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഡെവിൾസ് ആപ്പൺ എന്നൊക്കെ പറയുന്നത്. ഇനി ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് ഫോഡറായിട്ട് നമ്മളിതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൽ വോളിൽ ആൽജിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പല മെമ്പേഴ്സിലും ഇപ്പോൾ ലാമിനാരിയ, ഡിക്റ്റിയോട്ട, ആക്ടോകാർപ്പസ്, കെൽപ്പ് ഇതിലൊക്കെയുള്ള ഈ ആൽജിൻ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് കൊമേഴ്ഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആൽജിൻ അതുപോലെ ആൽജിനിക് ആസിഡൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ബ്രൗൺ ആൽഗയിൽ നിന്നാണ്. ലാമിനാരിയ, മാക്രോസിസ്റ്റസ്, ഫ്യൂക്കസ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ആൽജിൻ അല്ലെങ്കിൽ ആൽജിനിക് ആസിഡ് കിട്ടും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അയോഡിൻ, അതുപോലെ ബ്രോമിനും നമുക്ക് കിട്ടുന്നതാണ്, ഈ ബ്രൗൺ ആൽഗയിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ ലാമിനാരിയ, ഫ്യൂക്കസ് ഇതിൽ നിന്നൊക്കെ, ലാമിനാരിയയിൽ നിന്നാണ് നമുക്ക് അയോഡിൻ കിട്ടുക, ബ്രോമിൻ നമുക്ക് ഫ്യൂക്കസിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ സെൽ വോളിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു സെൽ വോളിൻ്റെ ഒരു സെല്ലുലോസ് ലെയർ ഉണ്ട്, അതിനെ കവർ ചെയ്തൊരു ആൽജിനിക് ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഫ്യൂക്കോയിഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്, ഫ്യൂസിനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. ഇതെല്ലാം നമ്മളുടെ ബ്രൗൺ ആൽഗേൻ്റെ സെൽ വോളിൽ കാണപ്പെടുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില മെറ്റീരിയൽസ് ആണ്. ഇതെല്ലാം നമുക്ക് കൊമേഴ്ഷ്യലി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്ന മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽഗികളാണ്. സോ ഫുഡായിട്ട് സർഗാസം ഞാൻ പറഞ്ഞല്ലോ, സർഗാസമൊക്കെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. സർഗാസമൊക്കെ ഫോഡർ എന്ന് പറഞ്ഞാൽ കന്നുകാലികൾക്കൊക്കെയുള്ള ഫുഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആൽജിനിക് ആസിഡ്, ആൽജിനേറ്റുകളെല്ലാം സെൽ വോളിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യുന്നു. അത് കിട്ടുന്ന ആൽഗകളുടെ പേര് ഓർമ്മിച്ച് വെച്ചോളൂ. ലാമിനാരിയ, മാക്രോസിസ്റ്റസ്, ഫ്യൂക്കസ്. അതുപോലെ അയഡിൻ, ബ്രോമിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ലാമിനാരിയ, ഫ്യൂക്കസിൽ നിന്നാണ്. സ്പെഷ്യൽ നെയിംസ് ആൻസൈക്ലോണിമേനെ നമ്മൾ ഐസ് ബ്ലൂം എന്ന് പറയുന്നു, പോസ്റ്റൽസിയനെ സീപ്പാം എന്ന്, സർഗാസത്തിന് സീവീഡ് എന്നാണ് പറയുക, ലാമിനാരിയനെ ഡെവിൾസ് ആപ്പൺ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് റോഡോഫൈസിയയിലേക്ക് പോകാം. റോഡോഫൈസിയ ഈസ് ഓൾസോ നോൺ ആസ് റെഡ് ആൽഗെ. റെഡ് ആൽഗെ ഈസ് ദി മോസ്റ്റ് ആൻഷ്യൻ്റ് ആൽഗയാണ്, ഏറ്റവും പഴയ ആൽഗ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പോളിസിഫോണിയ എന്ന് പറയുന്ന ഒരു റെഡ് ആൽഗയുണ്ട്, അത് വളരെ ആൻഷ്യൻ്റ് ആൽഗയായിട്ട് കണക്കാക്കുന്നതാണ്. പോളിസിഫോണിയ ഇതാണ് പോളിസിഫോണിയ ആൽഗയാണ് ഈ കാണുന്നത്. മോസ്റ്റ് ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആൽഗയാണ്. ഇവരുടെ പ്രത്യേകത നമ്മൾ ക്ലോറോഫൈസിയയിലെ ഗ്യാമീറ്റുകൾക്കൊക്കെ 2 to 8 ഫ്ലജല്ല എന്ന് പറഞ്ഞു. ബ്രൗൺ ആൽഗെ വന്നപ്പോഴേക്കും അത് 2 ഫ്ലജല്ല ആയിട്ട് കുറഞ്ഞു. ഹിയർ നോ മോട്ടൈൽ സ്പോർസ്, ഒരു മോട്ടൈൽ സ്പോർസിന് മോട്ടിലിറ്റി ഉണ്ടാവില്ല. ഗ്യാമീറ്റ് മോട്ടൈൽ അല്ല, നോ മോട്ടൈൽ സ്പോർ ഓർ നോ മോട്ടൈൽ സ്റ്റേജസ് ആർ പ്രസൻറ്റ് ഇൻ ദെയർ ലൈഫ് സൈക്കിൾ. മോസ്റ്റ്ലി മറൈനാണ് എല്ലാം തന്നെ വാമർ ഏരിയാസിലാണ് കൂടുതലും കാണപ്പെടുന്നത്. വാമർ ഏരിയാസിൽ മറൈനായിട്ട് കാണപ്പെടുന്ന ഓർഗാനിസംസ് ആണ് റെഡ് ആൽഗെ. ബട്ട് ഫ്യൂ എക്സെപ്ഷൻസ് അത്. ആ എക്സെപ്ഷൻസ് കേട്ടോളൂ. നമ്മളുടെ ബട്രാക്കോസ്പേമം എന്ന് പറയുന്ന നമ്മളുടേത് ഈ റെഡ് ആൽഗെ വിച്ച് ഈസ് ഫ്രഷ് വാട്ടർ റെഡ് ആൽഗയാണ്. ആൻഡ് ബ്ലൂ ഇൻ കളർ. ബ്ലൂ ആൽഗയാണ് ശരിക്കും, അത് ബ്ലൂ ആണ് അതിൻ്റെ കളർ. ബ്ലൂ ആൽഗയാണ്, ഫ്രഷ് വാട്ടറിലാണ് കാണപ്പെടുന്നത്. അതുപോലെ നമ്മളുടെ പോർഫിറിഡിയം യൂണിസെല്ലുലാറാണ്. അതുപോലെ പോണ്ട് വാട്ടറിലാണ് കാണുക. പോർഫിഡിയം ഈസ് യൂണിസെല്ലുലാർ. ഇത് സാധാരണ റെഡ് ആൽഗെ എല്ലാം തന്നെ മൾട്ടി സെല്ലുലാർ ആണ്, എക്സെപ്റ്റ് നമ്മളുടെ പോർഫിറിഡിയം ഈസ് യൂണിസെല്ലുലാർ, ഫൗണ്ട് ഇൻ പോണ്ട് വാട്ടർ. അപ്പോൾ ബട്രാക്കോസ്പേമം ഈസ് ബ്ലൂ ഇൻ കളർ വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ എവിടെയാണ്, ഫ്രഷ് വാട്ടർ. അപ്പോൾ മോസ്റ്റ്ലി മറൈൻ ഇൻ വാം വാട്ടർ എക്സെപ്റ്റ് Batrachospermum which is blue in color, which is present in fresh water, and Porphyridium which is unicellular red algae and present in pond water. ഇനി ഇവരുടെ റെഡ് ആൽഗെ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിന് റെഡ് കളറാണ് ഉണ്ടാവുക. ഈ റെഡ് കളറിന് കാരണം അവർക്ക് ക്ലോറോഫിൽ എ ഉണ്ട്, ഡി ഉണ്ട്. ഇത് കൂടാതെ ഫൈക്കോഎറിത്രിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ഉണ്ട്. അതുപോലെ ഫൈക്കോസയാനിൻ
ആർ ഫൈക്കോ എറിത്രിനും കാണാം, അതുപോലെ ആർ ഫൈക്കോ സയാനിനും കാണാം. ആർ ഫൈക്കോ എറിത്രിൻ ആൻഡ് ആർ ഫൈക്കോ സയാനിൻ. ഇനി ഇത് സാധാരണ ഡീപ്പർ സൈഡിൽ കാണാം. സർഫസിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ആൽഗകളുണ്ട്, അത് മറൈൻ ഏരിയാസിൽ സർഫസിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ആൽഗകളുണ്ട്. ഇതുകൂടാതെ ഡീപ്പ് ഏരിയയിൽ കാണപ്പെടുന്ന ആൽഗകളുമുണ്ട്. ലൈറ്റ് വളരെ കുറഞ്ഞ ഏരിയയിൽ കാണപ്പെടുന്ന ആൽഗകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റെഡ് കളറാണെന്നൊക്കെ പറഞ്ഞു, എന്നാലും ചില വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഈ റെഡ് ആൽഗയ്ക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, മോസ്റ്റ് ഓഫ് ദി റെഡ് ആൽഗയ്ക്കും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബോഡി ഓർഗനൈസേഷനാണ് കാണുന്നത്. മോസ്റ്റ് ഓഫ് ദ മൾട്ടി സെല്ലുലാർ ആണെന്ന് പറഞ്ഞല്ലോ. ഒന്ന് മാത്രമാണ് യൂണിസെല്ലുലാർ ആയിട്ടുള്ളത്, അതേതാണ് നമ്മുടെ പോർഫൈറിഡിയം. ഇനി ഫുഡ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് പോളിസാക്കറൈഡ്സിൻ്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഗ്ലൈക്കോജനെ പോലെയോ അല്ലെങ്കിൽ അമിലോപെക്റ്റിനെ പോലെയോ ഒക്കെ വളരെ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറിലുള്ള ഒരു ഫുഡ്, ഒരു സ്റ്റോർഡ് പോളിസാക്കറൈഡാണ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ഫ്ലോറീഡിയൻ സ്റ്റാർച്ചിലാണ് ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ റെഡ് ആൽഗേൻ്റെ ഒരു കളറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ള പിഗ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഏതെല്ലാം പിഗ്മെൻറ്റാണ് കാണുന്നത്? ആർ ഫൈക്കോ എറിത്രിൻ, ആർ ഫൈക്കോ സയാനിൻ, ഈ 2 പിഗ്മെൻറ്റാണ് കാണുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു റെഡ് ആൽഗെ സർഫസിൽ കാണും, അതുപോലെ തന്നെ ഏറ്റവും അടിഭാഗത്ത് ഡീപ്പർ ഏരിയാസിലും കാണും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സർഫസിൽ കാണുന്ന റെഡ് ആൽഗേൻ്റെ കളറ് ശരിക്കും റെഡ് അല്ല, ബ്ലൂ ആണ്. ബ്ലൂ കളറാണ് കാണുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർഫസിലുള്ള റെഡ് ആൽഗയ്ക്ക് ആർ ഫൈക്കോസയാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ആ ഫൈക്കോസയാനിനാണ് ഈ സർഫസിലുള്ള റെഡ് ആൽഗയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അവർ ഡെപ്തിലേക്ക് പോകും തോറും ആ ഫൈക്കോ എറിത്രിനാണ് കൂടുതലായിട്ടുണ്ടാകുക. ഡെപ്തിലേക്ക് വരുമ്പോൾ ആ ഫൈക്കോ എറിത്രിനാണ് കൂടുതലായിട്ടുണ്ടാകുക. കാരണം ഡെപ്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ലൈറ്റ് പെനട്രേഷൻ ഇങ്ങനെ കുറഞ്ഞു വരും. അൾട്രാ വയലറ്റ് റേസ് ആണ് മാത്രമാണ് ഉള്ളിലേക്ക് വരാൻ പറ്റുക. അപ്പോൾ അൾട്രാ വയലറ്റ് റേസിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ആ ഫൈക്കോ എറിത്രിനാണ് കൂടുതൽ. അപ്പോൾ സർഫസിലുള്ള റെഡ് ആൽഗയ്ക്ക് ബ്ലൂ കളറാണ്, അതേസമയം ഡെപ്തിലുള്ള റെഡ് ആൽഗയ്ക്ക് ഏത് കളറാണ്? റെഡ് കളറായിട്ടാണ് കാണുക. അപ്പോൾ ഈ പർട്ടിക്കുലർ ഡിഫറൻസ് ഉണ്ട്, ആ പർട്ടിക്കുലർ എഫക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഗോഡിക്കോവ് എഫക്റ്റ് എന്നാണ് പറയുക. സോ ഗോഡിക്കോവ് എഫക്റ്റ് എന്ന് പറയുന്ന എഫക്റ്റാണ് എന്താണ് ഞാൻ പറഞ്ഞത്, സർഫസിലുള്ള റെഡ് ആൽഗെ ഈസ് ബ്ലൂ ഇൻ കളർ ആൻഡ് വിച്ച് ഈസ് പ്രസൻറ്റ് ഓൺ ദി ബോട്ടം അല്ലെങ്കിൽ ഡെപ്ത് വിച്ച് ഈസ് റെഡ് ഇൻ കളർ. സോ അതിന് പറയുന്ന പേരാണ് ഗോഡിക്കോവ് എഫക്റ്റ്. ഇനി ഈ റെഡ് ആൽഗയുടെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. പോളിസിഫോണിയ, ദിസ് ഈസ് ദി മോസ്റ്റ് ആൻഷ്യൻ റെഡ് ആൽഗെ ആൻഡ് ദിസ് ഇസ് പോർഫൈറ. ഇത് കണ്ടോ, ഗ്രേസിലേറിയ, ജലീഡിയം. ഗ്രാസിലേറിയ ജലീഡിയത്തിൽ നിന്നൊക്കെയാണ് നമുക്ക് അഗർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതിനെ പറ്റി നമുക്ക് പറയാം. ഇനി കുറച്ച് സ്പെഷ്യൽ റെഡ് ആൽഗകളാണ്. ഹാർവേയല്ല, ഇതൊരു പാരസൈറ്റിക് ആയിട്ടുള്ള ആൽഗയാണ് കേട്ടോ. കളർലെസ് പാരസൈറ്റിക് ആയിട്ടുള്ള റെഡ് ആൽഗയാണ് ഹാർവേയല്ല എന്ന് പറയുന്നത്. ഇനി പോർഫൈറ, നേരത്തെ നമ്മൾ കണ്ടിരുന്നു പോർഫൈറ അല്ലേ. പോർഫൈറ എന്ന് പറയുന്നത് ഒരു എഡിബിൾ ആയിട്ടുള്ള, ഇത് കണ്ടോ, പോർഫൈറ ഒരു എഡിബിൾ ആയിട്ടുള്ള റെഡ് ആൽഗയാണ് പോർഫൈറ. ജലീഡിയം, ഗ്രാസിലേറിയം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അഗർ കിട്ടുന്ന ഒരു സബ്സ്റ്റൻസ്, ഒരു ആൽഗയാണ് ജലീഡിയം ആൻഡ് ഗ്രാസിലേറിയ. ഈ റെഡ് ആൽഗയിൽ നിന്നാണ് നമുക്ക് അഗർ കിട്ടുന്നത്. അപ്പോൾ അഗർ എന്ന് പറയുമ്പോൾ ഈ നമ്മളുടെ റെഡ് ആൽഗേൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ സാധാരണ നമ്മൾ ഗ്രീൻ ആൽഗയിൽ പറഞ്ഞു സെല്ലുലോസ്, അതുപോലെ പെക്ടോസ് കൊണ്ടാണ്. ഈ ബ്രൗൺ ആൽഗയിൽ പറഞ്ഞു സെല്ലുലോസ്, അതുപോലെ ആൽജിൻ ഉണ്ടെന്ന് പറഞ്ഞു. റെഡ് ആൽഗയിലാണെങ്കിൽ സെല്ലുലോസ് ഉണ്ടാകും, അതിൻ്റെ കൂടെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള വേറെ മെറ്റീരിയൽസ് ഉണ്ടാകും. പോളിസൾഫേറ്റ് എസ്റ്റർ എന്നൊക്കെ പറയുന്ന കുറച്ച് കോമ്പൗണ്ടുകൾ, അതുപോലെ വേറെയും പല സബ്സ്റ്റൻസുകൾ കൊണ്ടാണ്. സൈലാൻ, ചില ഓർഗാനിസത്തിന് സൈലാൻ കാണാം. അങ്ങനെയുള്ള ചില മെറ്റീരിയൽസ് കൊണ്ടാണ് ഇതിൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ജലീഡിയം, ഗ്രാസിലേറിയ മുതലായ റെഡ് ആൽഗയ്ക്ക് വിച്ച് ഈസ് റിച്ച് ഇൻ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, സബ്സ്റ്റൻസ് ഉണ്ട്. അവരിൽ നിന്നും നമുക്ക് അഗർ കിട്ടും. ഈ അഗർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഗർ ഈസ് എ ന്യൂട്രിയൻ റിച്ച് മീഡിയം ഫോർ ദി ഗ്രോത്ത് ഓഫ് മൈക്കോബ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടി നമ്മളൊരു ന്യൂട്രിയൻ റിച്ച് മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഐസ്ക്രീംസ്, ജെല്ലീസ്, ഫുഡ് പ്രിസർവേറ്റീവ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. Another important red algae is Chondrus crispus, which is popularly known as Irish moss.
And from this, another important substance which is called hydrocolloid ആയിട്ടുള്ള കെരാജിനാൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ് ഈ ഹൈഡ്രോകൊളോയിഡ് എന്ന് പറയുന്നത്? വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഹൈഡ്രോകൊളോയിഡ് എന്ന് പറയുന്നത്. ഇപ്പം ബ്രൗൺ ആൽഗയിലാണെങ്കിൽ ആൽജിനിക് ആസിഡ് ഒരു ഹൈഡ്രോകൊളോയിഡാണ്. അതുപോലെ ഇവിടെ കോൺട്രസ് ക്രിസ്പസിൽ നിന്ന് കിട്ടുന്ന കെരാജിനാൻ എന്ന് പറയുന്ന മെറ്റീരിയൽ വിച്ച് ഈസ് ഓൾസോ എ ഹൈഡ്രോകൊളോയിഡ്. വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ഹൈഡ്രോകൊളോയിഡ്. അപ്പോൾ അത് കൊമേഴ്ഷ്യലി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. നമുക്കിതിനെ ഇപ്പോൾ ഈ കെരാജിനാൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഇതേപോലെ പോളിഷനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മളുടെ മെഡിസിൻസിൻ്റെ ക്യാപ്സ്യൂള് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് കെരാജിനാൻ എന്ന് പറയുന്ന മെറ്റീരിയൽ. സോ ഇതെല്ലാം കൊമേഴ്ഷ്യലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സോ ഹൈഡ്രോകൊളോയിഡുകൾ നമുക്ക് കിട്ടുന്നത് ഒരു ഹൈഡ്രോകൊളോയിഡ് ആയിട്ടുള്ള കെരാജിനാൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കിട്ടുന്ന ഒരു ആൽഗയാണ് കോൺട്രസ് ക്രിസ്പസ് വിച്ച് ഈസ് പോപ്പുലർലി നോൺ ആസ് ഐറിഷ് മോസ്. പിന്നെ ജലീഡിയം ആൻഡ് ഗ്രാസിലേറിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അഗർ. അതുപോലെ പോർഫൈറ ഒരു എഡിബിൾ ആയിട്ടുള്ള ആൽഗയാണ്. ഹാവേയല്ല ഒരു പാരസൈറ്റിക് ആയിട്ടുള്ള ആൽഗയാണ്. ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ റെഡ് ആൽഗേൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇനി നമ്മളിതിൻ്റെ റീപ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ നമ്മൾ ക്ലോറോഫൈസിയയിലും ഫയോഫൈസിയയിലും ഒക്കെ കണ്ട പോലെ തന്നെ ഫ്രാഗ്മെൻറ്റേഷൻ ഓരോ ഫ്രാഗ്മെൻറ്റുകളായി പൊട്ടി പോകുന്നു. ഓരോ പൊട്ടിയ ഫ്രാഗ്മെൻറ്റ്സും പുതിയ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ നോൺ മോർട്ടൈൽ സ്പോർസ് ആണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നു ക്ലോറോഫൈസിൽ 2 to 8 ഫ്ലജെല്ല ഉണ്ട്. നമ്മുടെ ബ്രൗൺ ആൽഗയിലേക്ക് വന്നപ്പോഴേക്കും അല്ലെങ്കിൽ ഫയോഫൈസിയയിലേക്ക് വന്നപ്പോഴേക്കും 2 ഫ്ലജെല്ല ആയിട്ട് കുറഞ്ഞു. ഇവിടെ നോൺ മോർട്ടൈൽ സ്പോർസ് ആണ്, മോർട്ടൈൽ സ്റ്റേജ് ഇല്ല. അപ്പോൾ നോൺ മോർട്ടൈൽ സ്പോർസ് ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഊഗാമസ് ആണ്. ഊഗാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മോർട്ടൈൽ ആയിട്ടുള്ള ഫീമെയിൽ ഗ്യാമറ്റും മോർട്ടൈൽ ആയിട്ടുള്ള മെയിൽ ഗ്യാമറ്റും ഊഗാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഈ സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റി കുറച്ചൊരു കാര്യം പറയാനുള്ളത്. ഇൻ ദ കേസ് ഓഫ് റോഡോഫൈസി സെക്സ് ഓർഗൻസ് സ്പെസിഫിക് ആയിട്ടുള്ള നെയിംസ് ഉണ്ട്. ഫീമെയിൽ സെക്സ് ഓർഗനെ നമ്മൾ കാർപ്പോഗോണിയ എന്നാണ് പറയുക. മെയിൽ സെക്സ് ഓർഗനെ നമ്മൾ സ്പെർമറ്റാഞ്ചിയ എന്ന് പറയും. അപ്പോൾ സ്പെർമറ്റാഞ്ചിയ ആണ് മെയിൽ ഗ്യാമീറ്റ് ഉണ്ടാക്കുന്നത്, കാർപ്പഗോണിയമാണ് ഫീമെയിൽ ഗ്യാമീറ്റ് ഉണ്ടാകുന്നത്. ഈ ഗ്യാമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സ്പോർസ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ റോഡോഫൈസിയിൽ ചില സ്പെഷ്യൽ സ്പോർസുകൾ കാണാം. ആ സ്പെഷ്യൽ സ്പോർസുകളുടെ പേരാണ് കാർപ്പോസ്പോർ. കാർപ്പോസ്പോർ എന്ന് പറയാൻ കാരണം കാർപ്പഗോണിയത്തിൽ ഉണ്ടാകുന്ന സ്പോർ ആയതുകൊണ്ടാണ്, വിച്ച് ഇസ് ഡിപ്ലോയിഡ്. അങ്ങനെയുള്ള സ്പോറുകളായതുകൊണ്ടാണ് അതിൻ്റെ കാർപ്പോസ്പോർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ടെട്രാസ്പോർസ് അതുപോലെ മോണോസ്പോർസ് ഇതെല്ലാം നമ്മുടെ റോഡോഫൈസിയയിൽ ഉണ്ടാകുന്ന ചില സ്പോർസുകളാണ്. അപ്പോൾ ഇവിടെ ഇത് നോക്കിക്കേ, നമ്മളുടെ സ്പെർമറ്റാഞ്ചിയം മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാക്കി, അതുപോലെ കാർപ്പഗോണിയം ഫീമെയിൽ ഗ്യാമേറ്റ്സ് ഉണ്ടാക്കുന്നു. അതിൻ്റെ ഫ്യൂഷനെല്ലാം നടന്ന് ടെട്രാസ്പോർസുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടെട്രാസ്പോർസുകൾ ഉണ്ടാകുന്നു. ഓരോ സ്പോർസുകളും ഓരോ പുതിയ ഓർഗാനിസമായിട്ട് അല്ലെങ്കിൽ പുതിയ ആൽഗയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. സോ ഇതാണ് റോഡോഫൈസിയൻ്റെ സെൽ സൈക്കിൾ അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ. സെൽ സൈക്കിൾ അല്ല, ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്, സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഒക്കെ പേരൊന്ന് ഓർത്ത് വെച്ചോളൂ. കാർപ്പഗോണിയമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗന് പറയുന്ന പേരാണ് സ്പെർമറ്റാഞ്ചിയം. ഇനി നമുക്ക് ഈ 3 ആൽഗകൾ തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് പറയുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് റോഡോഫൈസിയൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം തന്നെ അതിൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടും ചില സ്പെഷ്യൽ സബ്സ്റ്റൻസ് കൊണ്ടും, പോളിസൾഫേറ്റ് എസ്റ്റർ അങ്ങനെയുള്ള സൈലൻ അങ്ങനെയുള്ള ചില സബ്സ്റ്റൻസ് കൊണ്ടുമാണ്. അതിൻ്റെ ഉള്ളിലുള്ള പിഗ്മെൻറ്റുകൾ ക്ലോറോഫിൽ എ ഉണ്ട്, ഡി ഉണ്ട്, ഫൈക്കോ എറിത്രിൻ, ഫൈക്കോസയാനിൻ. ഫ്ലോറീഡിയൻ സ്റ്റാർച്ചാണ് അതിൻ്റെ സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് ആൻഷ്യൻ ആൽഗയാണ് കെരാജിനാൻ കിട്ടുന്നത് ഇതിൽ നിന്നാണ്. അഗർ കിട്ടുന്ന ആൽഗകളുണ്ട്. കെരാജിനാൻ കിട്ടുന്നത് കോൺട്രസ് ക്രിസ്പസ് ഐറിഷ് മോസ് എന്ന് പറയുന്ന ആൽഗയിൽ നിന്നാണ്. അഗർ കിട്ടുന്നത് ഗ്രാസിലേറിയം അഞ്ചലീഡിയം എന്ന് പറയുന്ന ആൽഗകളിൽ നിന്നാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൻ്റെ 3 ടൈപ്പ് ഓഫ് ആൽഗകളുടെയും ഒരു കമ്പാരിസനാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ക്ലോറോഫൈസിയ ഗ്രീൻ ആൽഗയാണ്. മേജർ പിഗ്മെൻറ്റ് ക്ലോറോഫിൽ എ ആൻഡ് ബി,
സ്റ്റോർഡ് ഫുഡ് നമുക്കറിയാം സ്റ്റാർച്ചാണ്. സെൽ വോൾ സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്ന. ഔട്ടർ ലെയർ ഓഫ് പെക്ടോസ് കാണും. ഫ്ലജല്ല നമ്പർ 2 to 8 ഫ്ലജല്ലയാണ്. ഈക്വൽ ഫ്ലജല്ലയാണ്, അപ്പിക്കൽ ഫ്ലജല്ലയാണ്. അതായത് അപ്പെക്സ് റീജിയനിൽ കാണപ്പെടുന്ന ഫ്ലജല്ല ഇങ്ങനെ ഈക്വൽ ലെങ്ത്തിലൊക്കെയുള്ള ഫ്ലജല്ലയാണ് കാണപ്പെടുന്നത്. ഹാബിറ്റാറ്റ് നമുക്കറിയാം ഫ്രഷ് വാട്ടറിൽ ആണ് കൂടുതലും കാണുക. വളരെ കുറഞ്ഞ ഫോംസ് മാത്രമാണ് നമ്മളുടെ മറൈൻ വാട്ടറിലൊക്കെ ഉണ്ടാവുകയുള്ളൂ. ബ്രാക്കിഷ് വാട്ടറിലും കാണും. ഇനി ഫയോഫൈസിയയിൽ നമുക്കറിയാം ബ്രൗൺ ആൽഗയാണ് ഫയോഫൈസിയ. ക്ലോറോഫിൽ എയും സിയും ഉണ്ട്. ഫ്യൂക്കോസാന്തിൻ കാണാം. പിന്നെ സ്റ്റോർഡ് ഫുഡ് ഏതായിരുന്നു? മാനിറ്റോൾ ആൻഡ് ലാമിനാരിൻ. സെല്ലുലോസും ഔട്ടർ ലെയർ ഓഫ് ആൽഗിനും കൊണ്ടാണ് സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്ലജല്ല 2 ഫ്ലജല്ലയെ കാണുകയുള്ളൂ. അൺഈക്വൽ ഫ്ലജല്ലയാണ്, ലാറ്ററൽ ഫ്ലജല്ലയാണ്. ഫ്രഷ് വാട്ടർ ഫോംസ് വളരെ റെയറാണ്. കൂടുതലും മറൈൻ വാട്ടർ ഫോംസ് ആണ് കാണുക. ബ്രാക്കിഷ് വാട്ടറിലും വളരെ കുറച്ച് ഫോംസ് കാണും. കൂടുതലും മറൈൻ വാട്ടർ ഫോംസ് ആണ് ഉള്ളത്. കമ്മിങ് ടു റോഡോഫൈസിയെ വിച്ച് ഈസ് റെഡ് ആൽഗെ. പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എ ഉണ്ട്, ഡി ഉണ്ട്, R-ഫൈക്കോ എറിത്രിൻ, R-ഫൈക്കോ സയാനിൻ. സ്റ്റോർഡ് ഫുഡാണ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. സെല്ലുലോസ് കൊണ്ടാണ് സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്ന. ഔട്ടർ ലെയറിൽ പോളിസൾഫേറ്റ് എസ്റ്റർ, സൈലൻ അങ്ങനെയുള്ള ചില മെറ്റീരിയൽസ് കൂടെ കാണും. ഇത് മോട്ടൈൽ ഫോംസ് കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. എല്ലാം നോൺ മോട്ടൈൽ ഫോംസ് ആണുള്ളത്. ഇവിടെ ഫ്രഷ് വാട്ടർ ഫോംസ് വളരെ കുറച്ച്, ബട്രാക്കോ സ്പേമം പോലെയുള്ള വളരെ കുറഞ്ഞ നമ്പർ ഫ്രഷ് വാട്ടർ ഫോംസേ ഉള്ളൂ. സാൾട്ട് വാട്ടറിലാണ് കൂടുതലും ഫോംസ് ഉള്ളത്. പിന്നെ പോൺ വാട്ടറിൽ കാണുന്ന ഒരു മെമ്പറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പോർഫൈറിഡിയം. ബ്രാക്കിഷ് വാട്ടറിൽ വളരെ കുറച്ച് മെമ്പേഴ്സൊക്കെ കാണും. ഇതൊക്കെയാണ് കമ്പാരിസൺ, 3 ആൽഗകളും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ നിങ്ങൾക്ക് ആൽഗേസ് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ബ്രയോഫൈറ്റ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആൽഗെ നന്നായിട്ട് പഠിക്കുക. ആൽഗെ ബേസ്ഡ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസംസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റീജിയൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന റീജിയൻസ് ആണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ സ്റ്റുഡൻസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ്. നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബ്രയോഫൈറ്റ്സുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും.